8-9 വയസ്സൊക്കെയുള്ള കുട്ടികൾ കളിക്കും, വീഴും, മുട്ടിന് മുറിവുണ്ടാകും, ചിലപ്പോൾ എല്ല് പൊട്ടും. നാട്ടിൽ പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ അനിയന്മാരുടെ കൂടെ ഓടിക്കളിച്ച് വീണൊരു എല്ല് പൊട്ടിയ 4-ാം ക്ലാസ്സുകാരി കുഞ്ഞിന് ആയുഷ്കാല അംഗവൈകല്യം, വലത്തേക്കൈ മുറിച്ചു മാറ്റിയെന്ന വാർത്ത വായിച്ചപ്പോൾ തോന്നിയൊരു ആന്തൽ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല. പാലക്കാട് റിപ്പോർട്ടർ ഷംന വീട്ടിൽ പോയതാണ്. വീടെന്ന് വിളിക്കാനൊന്നും കഴിയില്ല. നീല ടാർപ്പാളിനൊക്കെ വലിച്ചു കെട്ടിയ ഒരു ചാളപ്പുരയാണ്. ഈ പറയുന്ന ക്ഷേമത്തിന്റെയും വികസനത്തിന്റെയും പാലും പഴവും തേങ്ങയും കിട്ടാത്തവരാണ്. കൂലിപ്പണിക്കാരൻ അച്ഛൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കഷ്ടിച്ചങ്ങ് ജീവിച്ചു പോകുന്ന പാവങ്ങളാണ്. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവർ, രാഷ്ട്രീയ ശക്തിയില്ലാത്തവർ, സ്വാധീനമില്ലാത്തവർ അടിസ്ഥാന വർഗമാണ്. ഇന്നലെ വരെ ഓടിക്കളിച്ച് നടന്ന ഒരു ചെറിയ കുട്ടി ഏതാനും ദിവസങ്ങളിൽ കൊടിയ വേദനയുടെ പാരാവാരം താണ്ടി ഒടുവിൽ എൻ്റെ കൈയെവിടെ അമ്മേ, അത് മുറിച്ചു കളഞ്ഞോ എന്ന കണ്ണീർ ചോദ്യത്തിന് എന്തു മറുപടി പറയണമെന്നറിയാതെ മോളെ നമുക്ക് പുതിയ കൈ വെക്കാം എന്നൊരമ്മയ്ക്ക് ആശ്വസിപ്പിക്കേണ്ട ഗതികേട് ഈ നമ്പർ 1 ആരോഗ്യ കേരളത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് മാരകമാണ്, ഭീകരമാണ്. ആ കുഞ്ഞ് രാത്രി ഉറങ്ങാൻ കഴിയാതെ പിറ്റേന്ന് പോയപ്പോൾ കൈ ഒടിഞ്ഞതല്ലേ, വേദനയൊക്കെ ഉണ്ടാകും എന്ന ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു വിട്ടതടക്കം അനാസ്ഥകൾ എണ്ണിപ്പറയുമ്പോൾ വന്നു പതിവ് പോലെ ന്യായവാദങ്ങൾ, വൈറ്റ് വാഷ് അടി. അന്വേഷണ റിപ്പോർട്ടിൽ മുറിവിനെ പറ്റി മിണ്ടാട്ടമില്ല. മെഡിക്കൽ അനാസ്ഥയല്ല, ഡോക്ടർമാരുടെ പിഴവല്ല. ഒരു പടി കൂടി കടന്ന് കൈപോയ കുറ്റം അത്രയും വീട്ടുകാരുടെ മണ്ടയ്ക്ക് വെക്കുന്നതാണ് ഡോക്ടർമാരുടെ സോഫിസ്റ്റിക്കേറ്റഡ് ഭാഷാ സമ്മേളനം. നീര് വെച്ചപ്പോഴേക്കും കൊണ്ടുവരാൻ വൈകിയെന്നാണ് പറച്ചിൽ. ഇതാ ഷോൾഡർ മുതൽ കൈ മൊത്തം പ്ലാസ്റ്റർ അടിച്ചു വിട്ടാൽ നീരുണ്ടെങ്കിൽ തന്നെ വീട്ടുകാരെങ്ങനെ അറിയാനാ സൂപ്രണ്ടേ? ഏതോ മെഡിക്കൽ ജേണലൊക്കെ എഴുന്നള്ളിച്ച് റയറസ്റ്റ് ഓഫ് ദ റയർ, കോംപ്ലിക്കേറ്റഡ് പ്രതിഭാസം എന്നൊക്കെയാണ് തള്ള്. വ്യക്തതയില്ലാത്ത അനുമാനങ്ങളാണ്. വേദനയിൽ നിൽക്കുന്ന വീട്ടുകാരെ പിന്നെയും അധിക്ഷേപിക്കുന്ന കൊട്ടത്താപ്പ് വാർത്താ സമ്മേളനം നടത്താൻ നാണമുണ്ടോ? ബയോപ്സി അടക്കം സമഗ്ര അന്വേഷണ റിപ്പോർട്ട് വരും മുൻപ് ഈ സിസ്റ്റത്തിന് പിഴവില്ലെന്ന് സ്ഥാപിക്കാനുള്ള വൃത്തികെട്ട വ്യഗ്രതയാണ് മെഡിക്കൽ ജേണലും വ്യക്തതയില്ലാത്ത അനുമാനങ്ങളും ആ കുറ്റച്ചാർത്തും സാറന്മാർ കൊണ്ടുപോയി പുഴുങ്ങി തിന്ന്. ഏതെങ്കിലും കാശുള്ള വീട്ടിലെ കുഞ്ഞാണെങ്കിൽ കൊമ്പത്തെ നേതാവിന്റെ കൊച്ചിനാണ് ഈ അവസ്ഥയെങ്കിൽ പറയുവോ ഇതുപോലെ നെറികെട്ട ന്യായം? ആ നമ്പർ 1 ഇമേജ് നഷ്ടപേടിയിൽ സിസ്റ്റം സംരക്ഷണ വ്യഗ്രതയുടെ രക്തസാക്ഷിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ശ്വാസം മുട്ടി മരിച്ച ബിന്ദു. കോഴിക്കോട്ടെ ഹർഷനയുടെ കാര്യത്തിൽ കണ്ടതുപോലെ കൂടെ ഉണ്ടാകുമെന്ന വ്യാജം പറച്ചിലും വെറും വാക്കും വഞ്ചനയുമാണ് സർക്കാർ പ്ലാനെങ്കിൽ മനസാക്ഷിയുള്ള കേരളം ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കണം. ഒന്ന് കളിച്ചു വേണ്ട കുറ്റത്തിന് അകാലത്തിൽ കൈമുറിച്ചു പോയ 4-ാം ക്ലാസ്സുകാരിക്ക് ലക്ഷങ്ങൾ എത്രയാണെങ്കിലും ഈ കേരളം കരുത്തുറ്റ കൈത്താങ്ങാവണമില്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യരാണോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ആശുപത്രിയിൽ നിന്ന് പ്രത്യേക നിർദ്ദേശം പ്ലാസ്റ്റർ ഇടുന്ന എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അവർക്ക് കയ്യിൽ ആ പ്ലാസ്റ്റർ ഇട്ട ഭാഗത്തിന് നീര്, വേദന, അല്ലെങ്കിൽ എന്തെങ്കിലും തരിപ്പ്, കളർ വ്യത്യാസം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വരണം എന്നുള്ള പ്രത്യേക നിർദ്ദേശം ആശുപത്രിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൊടുക്കുന്നതുമാണ്. ഇത്രയും കാലത്തിൻ്റെ ഉള്ളിൽ ഇത്തരം ഒരു കോംപ്ലിക്കേഷൻ നമുക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. വളരെ അപൂർവമായിട്ട് സംഭവിക്കാവുന്ന ഒരു കോംപ്ലിക്കേഷനാണ് ഈ കുട്ടിക്ക് സംഭവിച്ചത്. ഞങ്ങൾ പറഞ്ഞ പാവങ്ങളല്ലേ, ഞങ്ങൾക്ക് ആരും എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും നമുക്ക് പറയാൻ ആരും ഇല്ലല്ലോ. അതാണ് അവർ അങ്ങനെ പറയുന്നത്. കാരണം അവൻ്റെ കയ്യിൽ എല്ലാവരും ഉണ്ട്, അതന്നെ. പക്ഷെ സൂപ്രണ്ട് സാറ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ തെറ്റാ പറഞ്ഞത്. അവർ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവരങ്ങനെ പറഞ്ഞിട്ടില്ല. കുട്ടിയുടെ അമ്മ പ്രസീത ചേരുന്നുണ്ട്. ശ്രീ രാജീവ് പിന്നാർ, ശ്രീ BN ഹസ്കർ, ശ്രീ MK ഹരിദാസ്, ഹർഷിന എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ പ്രസീതയിലേക്ക് തന്നെ പോകുന്നു. പ്രസീത, കുഞ്ഞിനിപ്പോൾ വേദനയൊക്കെ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? വേദനയും അസ്വസ്ഥത കുറവുണ്ടോ? കുറവില്ല, വേദനയാണ്. ഭയങ്കര വേദനയാ പറയുന്നത്? വേദനയുണ്ട്. ഞാൻ വരുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പനി, ചൂടുണ്ട്. പനിയില്ല, പക്ഷെ ചൂടുണ്ടായിരുന്നു. നല്ല ചൂടുണ്ട്. ഇതിലെ അവരുടെ വാർത്താ സമ്മേളനം കാണുമായിരുന്നു. അത് അവരുടെ ഭാഗത്ത് ഒരു കുഴപ്പമില്ല, എല്ലാം നിങ്ങളുടെ കുറ്റമാണെന്ന് പറയാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നി. നിങ്ങൾ കൊണ്ടുപോകാൻ വൈകി, നീര് വെക്കുമ്പോൾ തന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാണ് എന്നൊക്കെ ആ ഡോക്ടർമാർ പറയുന്നത്. അങ്ങനെയാണോ? ഇല്ല. ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഡോക്ടർ പറഞ്ഞിട്ടില്ല. അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. പറഞ്ഞിട്ടില്ല. പറഞ്ഞെങ്കിൽ നമ്മ കൂട്ടിയിട്ട് ഇരിക്കില്ലല്ലോ. അങ്ങനെ ഇപ്പോ നമ്മുടെ മോളല്ലേ. 23-ാം തീയതി സംഭവം ഉണ്ടായി. 23-ാം തീയതി തന്നെ കൊണ്ടുപോയി. 23-ാം തീയതി രാത്രിയും ഭയങ്കര വേദന അല്ലേ? എന്നിട്ട് 24-ാം തീയതി കൊണ്ടുപോയപ്പോൾ അവര് എക്സ്റേ എടുത്ത് അങ്ങനെ നോക്കിയതല്ലാണ്ട് ടെസ്റ്റ് ചെയ്തിട്ടോ അങ്ങനെയോ ഞങ്ങളെ കൊണ്ട് അഡ്മിറ്റ് ആകാനോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാ രോഗികളോടും അങ്ങനെയൊക്കെ പറയുന്നതാണ്. പക്ഷെ ഞങ്ങളോട് പറഞ്ഞില്ല. എന്താണെന്നറിയില്ല, അവൻ്റെ മേലെ തെറ്റുണ്ടായിട്ട് അവരങ്ങനെ പറയാത്ത വാക്ക് പറഞ്ഞു പറയണത് അത് ശരിയല്ല. ഞാൻ 100% അവർ പറഞ്ഞിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയണു. അവർ പറഞ്ഞു വേദന വരുമ്പോൾ പറയാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞല്ലോ, വേദന വരുമ്പോൾ പറഞ്ഞല്ലോ. നീര് കെട്ടുണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ. 25-ാം തീയതി തന്നെ ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞല്ലോ. അപ്പം ഈ സൂപ്രണ്ട് സാർ എവിടെ പോയതായിരുന്നു? 25-ാം തീയതി
25-ാം തീയതി പോകുമ്പോഴേക്കും എന്താ ഇവിടെ എന്താ ഇപ്പൊ 24-ാം തീയതി രാത്രിയൊക്കെ ഭയങ്കര വേദനയായിരുന്നു, കുഞ്ഞ് ഉറങ്ങിയിട്ടില്ല. 25-ാം തീയതി വേദനയുണ്ട്. 25-ാം തീയതി പോകുമ്പോഴേക്കും എന്തോ പറയുന്നേ? 25-ാം തീയതി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞു നീര് കെട്ട് പറഞ്ഞു, കുറച്ചുണ്ടായിരുന്നു നീര് കെട്ട് കയ്യിൽ. നമുക്ക് ഇങ്ങനെ കൈ വിരലുകൾ ആക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം തന്നെ ഞാൻ പറയുകയും ചെയ്തു വേദനയുണ്ട്, നീര് കെട്ട് കുറച്ചായിട്ടുണ്ട്, വിരലുകളൊന്നും പ്രവർത്തിക്കണില്ല പറഞ്ഞപ്പോൾ അത് നിങ്ങൾ തന്നെ കൈ കൊണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ എടുത്തു വിട്ടാൽ മതി. ഞാൻ എടുത്തു വിട്ടിട്ട് അത് ആവണ്ടേ, അവള് വേദനിക്കുന്നു പറഞ്ഞല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഹോസ്പിറ്റലുകാർ എന്നോട് പറയുന്നു, ഞാനാണല്ലോ ഡോക്ടർ. അല്ല 25-ാം തീയതി പോകുമ്പോൾ തന്നെ ചെറിയ നീരുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു OP-യിൽ പോയി കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഡോക്ടറോട് പറഞ്ഞു 25-ാം തീയതി ഞാൻ പറഞ്ഞു. 25-ാം തീയതി പോകുമ്പോഴേക്കും ഏതെങ്കിലും തരത്തിലുള്ള ടെസ്റ്റോ എന്തെങ്കിലും നടത്തിയിരുന്നോ? ഇത് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഷോൾഡർ മുതൽ കൈ വരെ പ്ലാസ്റ്റർ ഇട്ടേക്കാണല്ലോ, നമുക്ക് കാണാൻ പറ്റത്തില്ല. നീരുണ്ടോ, അകത്ത് കളർ മാറുന്നതായി നമുക്ക് കാണാൻ പറ്റത്തില്ല അല്ലേ? ഇല്ല. മുറി വന്നിട്ട് ഇവിടെയായിരുന്നു, നമ്മുടെ ഈ കയ്യിലായിരുന്നു, മുട്ടിന് താഴെയായിരുന്നു. പക്ഷെ മുട്ടിന്റെ മേലെ വരെ നമ്മൾ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. പ്ലാസ്റ്റർ ഇട്ടിട്ട് നമുക്ക് കാണില്ല, വിരലിന്റെ തുമ്പ് വരെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ വിരലിന്റെ തുമ്പ് കണ്ടിട്ടാണ് ഞങ്ങൾ പോയത്. നമ്മൾ ഇവിടെ നിന്ന് കണ്ടത് മുട്ടിന്റെ ഇത്തിരി വരെയെങ്കിലും കണ്ടതാണെങ്കിൽ കൂടെ കുഴപ്പമില്ലായിരുന്നു, വേഗം പോയിട്ടുണ്ടാകും. പക്ഷെ അതിന്റെ മേലെ വരെ കണ്ടത് നമ്മ ഇങ്ങനെ കാണാൻ, പിന്നെ ഡോക്ടർമാർ ഇതിട്ടതും നമുക്ക് അഴിച്ചു നോക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ വേദന കൊണ്ടല്ലേ അവിടേക്ക് പോണത്. അപ്പൊ അവര് അത് നോക്കാണ്ട് അത് നിങ്ങൾ 5 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി പറഞ്ഞിട്ട് ഞങ്ങൾ അയച്ചു വിട്ടത്. അവര് 5 ദിവസത്തേക്കുള്ള ഗുളികയും തന്നു അല്ലേ? 5 ദിവസത്തേക്ക് ഗുളികയും കഴിഞ്ഞു തന്നു. ആ ദിവസം തന്നെ 30-ാം തീയതി തന്നെ ആ ഗുളിക കഴിയുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർമാർ പറഞ്ഞു നമ്മുടെ കൈ ഇങ്ങനെ ഈ വിരൽ ഇങ്ങനെ ആക്കുമ്പോഴേക്കും എന്താണ് വേദന ഇല്ലെങ്കിൽ അതിനുള്ള അർത്ഥം ബാൻഡേജ് ഇട്ടതിന്റെ പ്രശ്നമല്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ആക്കി നോക്കിയോ? വേദന ഉണ്ടായിരുന്നു അപ്പോൾ 25-ാം തീയതി? വേദനയുണ്ടായിരുന്നു. കൈ വിരലുകൾ ഇങ്ങനെ ആക്കി ഡോക്ടർമാരെ തൊട്ടില്ല. ഞാൻ പറഞ്ഞതായിരുന്നു ഇങ്ങനെ ആക്കാൻ കിട്ടണില്ല പറഞ്ഞപ്പോൾ അത് നിങ്ങൾ തന്നെ വീട്ടിൽ പോയിട്ട് ആക്കിയാൽ മതി എന്ന് എന്നോട് പറഞ്ഞത്. അവരാക്കി നോക്കിയില്ല, കൈ ഇങ്ങനെ തൊട്ടിട്ടില്ല. എന്നിട്ട് ടെസ്റ്റും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തില്ല. അന്ന് 25-ാം തീയതി ഭയങ്കര വേദനയായിട്ട് പോയി നിങ്ങൾ പറഞ്ഞു വേദന എന്ന് പറഞ്ഞു. അന്ന് എന്താണ് കൈ ഒടിവുണ്ടല്ലോ, അപ്പോൾ വേദന സ്വാഭാവികമാണ് എന്ന് പറഞ്ഞ് 5 ദിവസത്തേക്ക് ഗുളിക തന്നു വിട്ടു. അതാ ഉണ്ടായേ അല്ലേ? പിന്നെ ബാൻഡേഡ് നമ്മുടെ ഇതിട്ടത് അത് അഴിച്ചു മാറ്റിയില്ല. അവര് അഴിച്ചു മാറ്റി ഏതാണെന്നൊന്നും ടെസ്റ്റ് ഒന്നും ചെയ്തില്ല. 25-ാം തീയതി 9:45 ഞങ്ങൾ 9:15 എത്തി. 11 മണിയാകുമ്പോഴേക്കും വീടും എത്തി. 11-11:30 ആകുമ്പോഴേക്കും. ഒറ്റ ഞാൻ ഇപ്പോൾ എത്താവേ. കഴിഞ്ഞ മാസമാണ് പത്തനംതിട്ടയിൽ ഏതാണ്ട് സമാനമായൊരു സംഭവം. സൈക്കിളിൽ നിന്ന് വീണ് പരിക്കേറ്റ 7 വയസ്സുകാരൻ കയ്യിലെ ചതവ് നോക്കാതെ ഇതുപോലെ പ്ലാസ്റ്റർ ഇട്ട് വിട്ടു. വലിയ വേദന. അതേ ഡോക്ടറെ തന്നെ കുട്ടിയുടെ അച്ഛൻ മനോജ് കൊണ്ടുപോയി കാണിച്ചു. ഇതുപോലെ തന്നെ അസ്ഥിക്ക് പൊട്ടലുണ്ടായാൽ വേദന ഉണ്ടാകും എന്ന് പറഞ്ഞ് മടക്കി വിട്ടു. അച്ഛൻ ഭാഗ്യത്തിന് ഇവിടെ സംഭവിക്കാത്ത അവിടെ സംഭവിച്ചത്. അച്ഛൻ വേറൊരു ഡോക്ടറോട് സംസാരിക്കുകയും തിരുവല്ലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴാണ് ആ ചതവ് പഴുത്താണ് എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ നോക്കാതെ പ്ലാസ്റ്റർ ഇട്ട് വിട്ട ചതവ് പഴുത്തതാണ്. ഭാഗ്യം കൊണ്ട് ആ 7 വയസ്സുകാരന് കൈ നഷ്ടമാവാതെ പോയത്. അന്ന് അവന്റെ അച്ഛൻ പറഞ്ഞു, ഒന്ന് കേൾക്കാം. കുഞ്ഞിനെ കൊണ്ട് നമ്മള് കൈക്ക് ചതവായിട്ടാണ് നമ്മൾ അവിടെ ചെന്നത്. നമുക്കത് അറിയത്തില്ല. അവിടെ ചെന്ന് ഡോക്ടറിന്റെ അമ്മ കാഷ്വാലിറ്റി ചെന്ന് OP ടിക്കറ്റ് എടുത്ത് കാര്യങ്ങൾ നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കൈക്ക് പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തോണ്ട് വരണമെന്ന് പറഞ്ഞു. നമ്മുടെ എക്സ്റേ എടുത്തോണ്ട് തെളിവ് കൊണ്ടുവന്ന് കാണിച്ചു. അപ്പൊ ആ ആള് ഓർത്തോടെ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് ഡോക്ടറെ വിളിച്ച് കാണിച്ച് വിവരം പറഞ്ഞപ്പോൾ പറഞ്ഞു കൈക്ക് പൊട്ടലുണ്ട്, അതുകൊണ്ട് പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞു. ആ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു ചൊവ്വാഴ്ച കൊണ്ടുവന്ന് ഓർത്തോ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. നമ്മളത് ഓർത്തോ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പൊ ഡോക്ടർ അത് നോക്കിയിട്ട് പറഞ്ഞു കുഞ്ഞല്ലേ, അസ്ഥിക്ക് പിന്നെ വലിയ ഇതൊന്നുമില്ല, അത് കിടക്കട്ടെ, നമുക്ക് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റാം മനോജെന്ന് പറഞ്ഞു. നമ്മളത് കേട്ട് തിരിച്ചിഞ്ഞു പോന്നു. പിറ്റേ ആ ചൊവ്വാഴ്ച അടുക്കാറായപ്പോഴത്തേക്ക് അന്ന് ആ തിങ്കളാഴ്ച ആയപ്പോ കൈക്ക് നല്ല വേദനയായി, നീരുമായി, പഴുപ്പായി. അത് നമ്മൾ വീണ്ടും അവിടെ ആശുപത്രി കൊണ്ട് കാണിച്ചപ്പോൾ അവര് ഉടനെ കോട്ടയത്തേക്കാണെങ്കിൽ നമുക്ക് എഴുതി തന്നെ, നിങ്ങൾ കോട്ടയത്ത് കൊണ്ടുപോയി, ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് പറ്റത്തില്ല, ഇത് അഴിച്ചു കണ്ടേ പറ്റുമോ. നമ്മൾ നിൽക്കുന്ന ഒരു ഓർത്തോടെ ഡോക്ടർ സാറിന്റെ കൂടെ സാറുമായിട്ട് സംസാരിച്ച് സാറിന് അപ്പൊ കുഞ്ഞിന്റെ കൈ കാണണമെന്ന് പറഞ്ഞു. ആ സാറിന് കുഞ്ഞിന്റെ കൈയും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ സാർ പറഞ്ഞാൽ അത് പൊട്ടിക്കാൻ പറഞ്ഞു, പ്ലാസ്റ്റർ പൊട്ടിച്ച് കളയാൻ പറഞ്ഞു. അപ്പൊ അവര് സമ്മതിച്ചില്ല. പിന്നെ ഡോക്ടർ അവര് സാറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അത് പൊട്ടിച്ചു. അവര് ആ ഡോക്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു.
നമുക്കറിയത്തില്ലല്ലോ, ഡോക്ടർമാരുടെ പേരും നമ്മൾ അന്നേരം ശ്രദ്ധിച്ചില്ല. അപ്പം സാറോട് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉടനെ പൊട്ടിച്ചു കഴിയുമ്പോൾ പഴുപ്പ് നിന്നില്ല, കൈ വികൃത രൂപമായി. അപ്പൊ സാറ് പറഞ്ഞു പിന്നെ ഫസ്റ്റ് എയ്ഡ് ചെയ്ത് അവരുടനെ വിട്ടു. എന്നാൽ ഞങ്ങളോട് പിന്നെ 108 ആംബുലൻസും വിളിച്ച് എന്നിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ കോട്ടയത്ത് കൊണ്ടുപോകണം. എം കെ ഹരിദാസ്, ഇവിടെ ഞാൻ ഈ മനോജിനെ ഒന്ന് വിളിച്ചായിരുന്നു. പാമ്പുടിച്ചവൻ പറഞ്ഞു ഞാൻ പാമ്പുടിച്ചവനാണ്, എനിക്ക് ഈ വിഷയം പിന്നെ കുത്തിപ്പൊക്കാൻ താല്പര്യമില്ല, എനിക്ക് ഇനി ആശുപത്രിയിൽ പോകാനുള്ളതാണ്, എൻ്റെ മകൻ്റെ ഒന്ന് സംഭവിച്ചുള്ളൂ ദൈവാധീനം എന്ന് പറഞ്ഞ് സമാധാനിച്ചു ഈ പാവം അച്ഛൻ. ശ്രീ ഹരിദാസ്, ഇവിടെ ഭാഗ്യം അവിടെ എന്താ മറിച്ച് ഈ പറഞ്ഞ അമ്മയുടെ വേദന പോലെ മനോജിന് ആ വേദന ഉണ്ടായില്ല, ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. എങ്ങാനും അങ്ങനെ ഉണ്ടാവുമായിരുന്നെങ്കിൽ ഇതുപോലെ വാർത്താസമ്മേളനം നമ്മൾ കണ്ടേനെ. ഇതുപോലെ നമുക്ക് മനസ്സിലാവാത്ത മെഡിക്കൽ ജേണലൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വന്ന് ഇത് അപൂർവമായി സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ചതവുകൾ ഉണ്ടായാൽ ചതവുകൾക്കൂടെയുള്ള എന്താണ് ഏതൊക്കെയോ സാധനം ത്രോംബോസിസ് ഫൈബ്രോസ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്താസമ്മേളനം നമ്മൾ കാണേണ്ടി വന്നേനെ. എത്ര വാർത്താസമ്മേളനം നമ്മൾ കണ്ടു ശ്രീ ഹരിദാസ്, ഇതുപോലെ ന്യായത്തിൻ്റെ വാർത്താസമ്മേളനങ്ങൾ. നോക്കൂ ഹാഷ്മി, ഇതിലൊരു കാര്യം മനസ്സിലാക്കുകയാണ്. താങ്കൾ ഈ ഇൻട്രോയിൽ പറഞ്ഞൊരു വാക്ക് വളരെയധികം പ്രസക്തമാണ്. അടിസ്ഥാന സൗകര്യത്തിൽ ജീവിക്കാൻ പോലും മാർഗമില്ലാത്ത പാവങ്ങൾക്കാണ് കേരളത്തിൽ കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ, അതിന് മുമ്പെടുത്ത് എടുക്കേണ്ട 2-3 വർഷത്തെ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളവരെല്ലാം തന്നെ അവർക്ക് അടിസ്ഥാനപരമായിട്ട് അവർക്ക് ജീവിത സൗകര്യങ്ങളൊന്നുമില്ലാത്തവർക്കാണ്. ഇത് പണക്കാർക്കൊന്നും ഇത്തരത്തിലുള്ള സംഗതികൾ പണക്കാരുടെ മക്കൾക്ക് വന്നതായിട്ടുള്ള റിപ്പോർട്ടില്ല. ഹാഷ്മി, 58 വർഷം മുമ്പ്, 1/2 നൂറ്റാണ്ട് മുമ്പ് എൻ്റെ ഈ ഇടത് കൈ ഒടിഞ്ഞതാണ്. ഒടിഞ്ഞ് ഞാൻ ഒരു തിണ്ണട മുകളിൽ നിന്ന് താഴത്തേക്ക് വീണ് ഒടിഞ്ഞിട്ട് എനിക്ക് ഒരു മുറിവ് പറ്റി, കൈയിൻ്റെ എല്ലും പൊട്ടി. അന്ന് ചാവക്കാട് സർക്കാർ ആശുപത്രിയിൽ പോയപ്പോൾ 8 ദിവസം കഴിഞ്ഞിട്ടാണ് പ്ലാസ്റ്റർ ഇട്ടത്. കാരണം ഈ മുറിവ് ഉണങ്ങാണ്ട് പ്ലാസ്റ്റർ ഇടാൻ പാടില്ല എന്ന് അന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. അന്ന് ഓർത്തോപീഡിക് വിഭാഗങ്ങളൊന്നുമുള്ള ഒരു കാലഘട്ടമല്ല. സാധാരണ MBBS ഡോക്ടർമാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള കാര്യം ഇന്ന് ഡിഗ്രിക്ക് മേൽ ഡിഗ്രിയുള്ള, ഡിഗ്രിയുടെ മുകളിൽ ഡിഗ്രിയുള്ള നമ്മുടെ ഈ ഡോക്ടർമാർക്ക് ഈ പാവപ്പെട്ട 9 വയസ്സുകാരി ബോധം വന്നപ്പോൾ അമ്മയോട് ചോദിച്ച ആ ചോദ്യമുണ്ടല്ലോ, അമ്മേ എൻ്റെ കൈ എവിടെയെന്ന്, ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത് നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറയുന്ന കേരളത്തിലെ സർക്കാരിനോടുള്ള ചോദ്യമാണ്, നമ്മുടെ സമൂഹ മനസാക്ഷിയോടുള്ള ചോദ്യമാണ്. ഇത്തരത്തിൽ എത്ര കേസുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണം പിടിക്കുക എളുപ്പമല്ല. കഴിഞ്ഞ 10 വർഷത്തെ 9 വർഷവും 3 മാസവും നീണ്ട ഭരണത്തിന് കീഴിലെ ഡോക്ടർമാരുടെ അശ്രദ്ധ, ആശുപത്രിയുടെ അശ്രദ്ധ, ആശുപത്രിയുടെ കെട്ടിടം പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിനെ ഒരു സിഗ്നൽ ബോർഡ് സ്ഥാപിക്കാൻ വയ്യാത്തതിൻ്റെ അശ്രദ്ധ, ഇത്തരം കാര്യങ്ങളിലൂടെ ജീവൻ നഷ്ടപ്പെടുത്താനാണോ സർക്കാരിൻ്റെ ഈ ആരോഗ്യ വകുപ്പ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നുന്ന വിധത്തിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. നോക്കൂ, തൈറോയിഡ് ഓപ്പറേഷൻ ജനറൽ ആശുപത്രിയിൽ, തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നടത്തിയിട്ട് ഗൈഡ് വയർ കുടുങ്ങിയിട്ടുള്ള ആ സ്ത്രീക്ക് ഇപ്പോൾ ആ ഗൈഡ് വയർ എടുക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ആരുടെ അശ്രദ്ധയാണുള്ളത്? കേരളത്തിലെ നമ്മൾ പറയേണ്ടത് വേറെ വകുപ്പുകളുടെ കർണാടക സർക്കാരിൻ്റെ തെറ്റുകൊണ്ടാണോ? അതെ, ഇനി അതവിടെ നിൽക്കട്ടെ. 6ാമത്തെ വരിൽ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയൊരു കുട്ടിയുടെ നാക്ക് ഓപ്പറേഷൻ ചെയ്തത് ആരുടെ തെറ്റായിട്ടാണ്? അപ്പോൾ ഇവിടെ ഒരു കാര്യം ഹാഷ്മി മനസ്സിലാക്കുക, കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നു. എന്തെന്ന് പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ ഈ 9 വയസ്സുകാരുടെ കൈ മുറിച്ചു മാറ്റേണ്ട വിഷയത്തിൽ ഈ ഡോക്ടർമാരുടെ കയ്യിൽ ഒരു തെറ്റുമില്ലെന്ന് റിപ്പോർട്ട് വരാനുള്ള കാരണം എന്താണെന്ന് ഹാഷ്മിക്ക് അറിയുമോ? അവർക്ക് സംഘടനയുണ്ട്. പാവപ്പെട്ട ഈ 9 വയസ്സുകാരിക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് സംഘടനയുമില്ല, മനുഷ്യാവകാശ കമ്മീഷനുമില്ല, മനുഷ്യത്വപരമായി പെരുമാറുന്ന ഡോക്ടർമാരുമില്ലാതെ പോയതാണ് നമ്മുടെ നാട് നേരിടുന്ന വലിയ ഒരു പ്രശ്നം. ഹാഷ്മി പറഞ്ഞതാണ് അതിൻ്റെ ശരി. അടിസ്ഥാനപരമായിട്ട് ജീവിക്കാനുള്ള യാതൊരു ചുറ്റുപാടുമില്ലാത്ത ഇത്തരക്കാർ സർക്കാർ ആശുപത്രിയെ സമീപിക്കുമ്പോൾ അവരോട് സർക്കാരിൻ്റെ ഡോക്ടർമാർ കാണിക്കുന്ന നീതികേട്, അശ്രദ്ധ, എന്ത് ചെയ്യണമെന്ന് അറിയാഞ്ഞിട്ടൊന്നുമല്ല, ഇതൊക്കെ ഇത്ര മതി, ഇവർക്കൊക്കെ ചോദിക്കാനും പറയാനും ആരാണ് എന്നുള്ള തോന്നലിൽ പാവപ്പെട്ട ഒരു 9 വയസ്സുകാരിയുടെ കൈ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ പരാജയമാണ്, ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ പരാജയമാണ്. അതിന് കൃത്യമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം കൊടുത്തത് കൊണ്ടൊന്നും തള്ളിക്കളയാവുന്ന ഒരു കേസല്ല. 1 കോടി കൊടുക്കുന്ന നഷ്ടപരിഹാരം, ഒറ്റ കോടി. ജീവിത ചെലവ് ആ കുഞ്ഞിന് കൊടുക്കുന്ന നഷ്ടപരിഹാര തുക 1 കോടിയാണ്. കാര്യം ആ കുഞ്ഞിന് 8 വയസ്സാണ് പ്രായം, 9 വയസ്സാണ് പ്രായം. അതിന്റെ ജീവിതം മുഴുവൻ ആ കുഞ്ഞ് തൻ്റെതല്ലാത്ത കുറ്റത്തിന് ഒന്ന് വീണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ കുഞ്ഞ് ഓടി ഒന്ന് വീണതാണ് കുറ്റം. നമ്മുടെയൊക്കെ വീട്ടിൽ കുട്ടികളുണ്ട്, നമ്മുടെയൊക്കെ വീട്ടിലെ കുട്ടികൾ ഓടി വീഴാറുണ്ട്. അങ്ങനെ വീണൊരു കുറ്റത്തിൻ്റെ കുഞ്ഞിൻ്റെ ഒരു കൈപ്പത്തി നഷ്ടമായെങ്കിൽ ആ കുഞ്ഞിന് കൊടുക്കുന്ന നഷ്ടപരിഹാര തുക 1 കോടിയാണ്. അതിൽ കുറയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ എത്താവേ, രാജു പി നായർ,
ഇവിടെ നേരത്തെ ശ്രീ എം കെ ഹരിദാസ് പറഞ്ഞു ഗൈഡ് വയർ കുടുങ്ങിയ കാര്യം. പറ്റില്ല. ഗൈഡ് വയർ കുടുങ്ങിയ ഇത് ആ വാർത്ത പുറത്തുവിട്ട നമ്മളാണ്. ആ വാർത്ത പുറത്തുവിട്ട ആ വാർത്തയിൽ തന്നെ ഡോക്ടറുടെ ശബ്ദരേഖയിൽ സമ്മതിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പറ്റിപ്പോയി പിഴവാണ് എന്ന് ഡോക്ടർ ആ ശബ്ദരേഖയിൽ സമ്മതിക്കുന്നുണ്ട്. നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലാവുന്ന ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് പോലും അത് 1ാം നമ്പർ അനാസ്ഥയാണെന്ന് മനസ്സിലാവുന്ന ആ കാര്യത്തിൽ പോലും നമ്മൾ കേട്ടു. എന്തോ അപൂർവമായ എന്തോ കോംപ്ലിക്കേഷൻ ആണ്. നമ്മുടെ ഇതേ എൻകൗണ്ടർ ചർച്ച ഒരു ഡോക്ടർ വന്നിരുന്ന് എന്താണ് പടം വരച്ചിനായിരിക്കും നമ്മൾ കണ്ടതാണ്. എന്തോ എന്ന് പറഞ്ഞാൽ ഈ മെഡിക്കൽ നെഗ്ലിജൻസിൽ ഇവർക്ക് ഏതൊക്കെ തരത്തിൽ ന്യായീകരിക്കാൻ പറ്റും? രാജീവ്, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അവർക്ക് യാതൊരു വ്യക്തതയില്ല, ഒരു വ്യക്തതയില്ല. ഈ അപൂർവമായ മെഡിക്കൽ കോംപ്ലിക്കേഷൻ ഒക്കെ അവരുടെ അനുമാനമാണ് കേട്ടോ. അവർ ഈ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് ഏതൊക്കെയോ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ പറയുന്ന പാവം വീട്ടമ്മയുടെ മണ്ടയ്ക്ക് വെക്കാൻ കാണിക്കുന്ന വ്യഗ്രത, അത് ദുഷ്ട വ്യഗ്രതയല്ലേ ശ്രീ രാജീവ് നായർ? തീർച്ചയായിട്ടും ആഷ്മി, ഇതിപ്പോ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് ചെല്ലുന്ന പാവപ്പെട്ട മനുഷ്യരുടെ ഉത്തരവാദിത്വമാണ് അവരുടെ ആരോഗ്യം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതല്ലാതെ ചികിത്സ നൽകുന്ന ആശുപത്രിയുടെയും അവിടുത്തെ ഡോക്ടർമാരുടെയും നമ്മുടെ സിസ്റ്റത്തിൻ്റെയും ഉത്തരവാദിത്വമാണ് എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് പകരം വീണ കുഞ്ഞിൻ്റെയും അതിനെ കൊണ്ടുവന്ന മാതാപിതാക്കളുടെയൊക്കെ ഉത്തരവാദിത്വമായിട്ട് ചികിത്സ മാറുന്ന സാഹചര്യമാണ് കാണുന്നത്. പിന്നെ അടിസ്ഥാനപരമായിട്ട് ഒട്ടേറെ വിഷയങ്ങളെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള പിഴവുകൾ ആവർത്തിച്ചുണ്ടാവുമ്പോൾ ഒരു നടപടിയും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് എടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത് ഇതിൻ്റെ പ്രാഥമികമായ കുറ്റം സർക്കാരിൽ തന്നെ നിക്ഷിപ്തമായിരിക്കും, സിസ്റ്റത്തിൽ നിക്ഷിപ്തമായിരിക്കും എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു ടേർഷറി ലെവൽ ഉള്ള മുഴുവൻ സംവിധാനങ്ങളും ഇന്ന് അക്ഷരാർത്ഥത്തിൽ പാരലൈസ്ഡ് ആണ്. ഇന്ന് അനങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ആണ്. കാരണം ഓരോ സ്ഥലത്തും ഡോക്ടർമാർ ഇല്ലാത്ത സാഹചര്യം, ആവശ്യത്തിന് ഡോക്ടർമാരില്ല. പല ആശുപത്രികളിലും ഇന്ന് ദിവസവുമുള്ള OP ഉൾപ്പെടെ നടക്കുന്നത് എങ്ങനെയാണെന്നറിയോ? NHM കൊടുക്കുന്ന ഡോക്ടർമാരാണ്. NHM കൊടുക്കുന്ന ഡോക്ടർമാരാരാ? MBBS പാസ്സായതിനു ശേഷം അവർ MDക്ക് പോകുന്നതിന് മുമ്പുള്ളൊരു കാലയളവിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടക്കുന്ന കാലയളവിൽ അവർ NHMന് അപേക്ഷ കൊടുക്കുന്നു. NHM ഇൻ്റർവ്യൂ നടത്തുന്നു. ആ ഇൻ്റർവ്യൂവിൻ്റെ പേരിൽ ഡോക്ടർമാരെ എടുത്തിട്ട് അവരെ കൊണ്ടാണ് ചികിത്സ നടത്തിക്കുന്നത്. കൃത്യമായിട്ടുള്ള പ്രായോഗിക പരിശീലനമോ അല്ലെങ്കിൽ പ്രായോഗികമായിട്ടുള്ള യാതൊരു ഒരു പരിചയവും ഇല്ലാത്ത ആൾക്കാരെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ഡീൽ ചെയ്യുന്നതിന് വേണ്ടി വിടുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവരുടെ കൺമുന്നിൽ കാണുന്നതിനപ്പുറം ഒരു കേസിൽ ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയില്ല. ആ രീതിയിലേക്ക് കാര്യം ഞാൻ ഇവർ ആരുടെയും ബിരുദത്തെയോ അവരുടെ ഇതിനെ ഒന്നും അവരുടെ പരിചയത്തെ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ അടിസ്ഥാനപരമായ ചോദ്യം സർക്കാരിന് മുമ്പിൽ നിലനിൽക്കുമ്പോൾ ഏറ്റവും ഗുരുതരമായ പ്രശ്നം വരുമ്പോഴും ഇവർക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയാതെ പോവുകയാണ്. എന്നിട്ട് ഈ ഡോക്ടർമാരെ രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റുകയാണ്. നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ഒരു പ്രസ് കോൺഫറൻസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഓർമ്മയില്ലേ നമുക്ക്? പ്രസ് കോൺഫറൻസ് നമ്മളൊക്കെ തല താഴ്ത്തി നിന്ന ആ പ്രസ് കോൺഫറൻസ്, അത്തരത്തിൽ ഡോക്ടർമാരെ രാഷ്ട്രീയമായി ഉപയോഗിച്ചുകൊണ്ട് ഏതോ വല്ല ഇല്ലാത്ത ഒന്ന് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നടക്കുന്ന PR ആക്ടിവിറ്റിയാണ്. ഞാൻ പല ചർച്ചയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേരളം ആരോഗ്യത്തിൽ 1ാം നമ്പറാണെന്ന് പറയുന്നത് ഒരു വിഴുപ്പ് ഭാണ്ഡമായി ചുമക്കുകയാണ് കേരളം എന്ന്, ഒരു വിഴുപ്പ് ഭാണ്ഡമായിട്ട്. കാരണം അറിയോ, മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏതോ ഒക്കെ കുറെ മാനദണ്ഡങ്ങളുടെ പേരിൽ ഒന്നാമതെന്ന് പ്രഘോഷിക്കുമ്പോൾ ഇത് നമുക്കൊരു ബാധ്യതയായി മാറുകയാണ്. കാരണം എന്തു വീഴ്ച വന്നാലും ഇന്ത്യയിൽ ഏറ്റവും ഒന്നാമത്തെ കേരളം അല്ലേ, നമ്പർ 1 അല്ലേ എന്ന് പറയുന്നതാണ്. അത് പറയുന്നതോടെ നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ഡോക്ടർമാരില്ല, ജീവനക്കാരില്ല, ടേർഷറി സംവിധാനങ്ങൾ മുഴുവൻ പാരലൈസ്ഡായി കിടക്കുന്നു, CHCകളിൽ രാത്രികാല ചികിത്സകൾ നടക്കുന്നില്ല. ഇതെല്ലാം ഒരു കാര്യവും ചർച്ച ചെയ്യാതെ നമ്മൾ ഏതോ വലിയ 1ാം നമ്പർ ആണെന്ന് പറഞ്ഞ് ചർച്ച തീർക്കുകയാണ്. അതൊരു വിഴുപ്പ് പാണ്ഡമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും നമ്മുടെ ജില്ലാ ആശുപത്രികളിലും നമ്മുടെ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള എത്ര പിഴവുകളായി ഇവിടെ സൂചിപ്പിച്ചല്ലോ. മെറ്റൽ വയർ കുടുങ്ങിയിട്ടുള്ള ഒരു സ്ത്രീക്ക് അവിടെ മാസങ്ങളോളം, എത്ര മാസം അവർക്ക് സമരം ചെയ്യേണ്ടി വന്നു, എത്ര മാസം സമരം ചെയ്തിട്ട് അതിനുള്ള നഷ്ടപരിഹാരം കൊടുക്കാൻ പോലും തയ്യാറാവാതെ ആ പാവപ്പെട്ട മനുഷ്യരുടെ ആ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അവകാശങ്ങൾക്ക് പോലും അല്ലാതെ അവർ കോടതി പോവുകയാണ്. സർക്കാർ കോടതി പോവാണ്. ആരെ പരാജയപ്പെടുത്താനാണ് ഇവർ കോടതികളിലേക്ക് പോകുന്നത്? ഇതിപ്പോ ഈ കുട്ടി നമ്മളുടെയൊക്കെ ചങ്ക് പിടക്കുകയല്ലേ. നമുക്കുണ്ടല്ലേ ഈ പ്രായത്തിലുള്ള മക്കൾ, നമുക്കില്ലേ, അവർക്കൊരു അപകടം സംഭവിച്ച് അവർ ചെല്ലുമ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ കേരളത്തിലെ പൊതു ആരോഗ്യ സംവിധാനത്തോട് മനുഷ്യൻ എങ്ങനെ വിശ്വാസം തോന്നണം?
പണമുള്ളവർക്ക് മറ്റ് പല സ്ഥലങ്ങളിൽ പോയിട്ട് ഇതെടുക്കാൻ പറ്റും. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച ഉൾപ്പെടെ അദ്ദേഹം പണക്കാരനാണെന്ന് ഞാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് അദ്ദേഹത്തിന് അവസരം ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകനോ മകളോ രക്ഷപ്പെട്ടു. അതല്ലാതെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഇന്ന് ആശുപത്രികൾ ഈ പൊതുജനാരോഗ്യത്തെ സമീപിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന അവസ്ഥ ഇതാണെങ്കിൽ ആ സംവിധാനത്തോടുള്ള തന്നെ വിശ്വാസം പോവുകയാണ്. ആ സംവിധാനത്തോടുള്ള വിശ്വാസം പോകുന്ന രീതിയിലാണ് ഇന്ന് കേരളത്തിലെ മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒരു മനുഷ്യന് ഒരു ക്ഷേമ ബി എൻ അസ്കർ, ഇവിടെ ഈ പറയുന്ന പ്രസീത അല്ലെങ്കിൽ കുഞ്ഞിന്റെ വീട്ടുകാർ നമ്മുടെ ആരോഗ്യരംഗത്തെ വിശ്വസിച്ചവരാണ്. ആദ്യം അങ്ങോട്ടേക്ക് പോയി, ഡോക്ടർ പറഞ്ഞ് വിശ്വസിച്ചു. അത് കഴിഞ്ഞ് വേദന കൂടി മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, കയ്യിൽ അതിനുള്ള പാങ്ങില്ലാത്തത് കൊണ്ടാണ്. എന്നിട്ട് ഓടിക്കളിച്ച് വീണ ഒരു കുഞ്ഞിൻ്റെ കൈ മുറിച്ചു മാറ്റി. എന്നിട്ട് ഇന്നത്തെ വാർത്താ സമ്മേളനം താങ്കളും കേട്ടതല്ലേ? എന്തൊക്കെയാണ് അതിൽ പറയുന്ന ന്യായങ്ങൾ? ഇപ്പോൾ ഈ പറയുന്ന മുറിച്ചു മാറ്റിയ കൈയുടെ ഭാഗമെടുത്ത ബയോപ്സി അടക്കമുള്ള പരിശോധന സമഗ്രാന്വേഷണം വരാനിരിക്കുകയാണ്. അതെന്തായാലും വെള്ളയടിക്കലായിരിക്കുമല്ലോ. അതുവരെയെങ്കിലും വെയിറ്റ് ചെയ്തുകൂടെ? അതുവരെ വെയിറ്റ് ചെയ്യാതെ വന്നിരുന്ന് ഈ കുറ്റം മൊത്തം അമ്മയുടേതാണ് അല്ലെങ്കിൽ കുറ്റം മൊത്തം വീട്ടുകാരുടേതാണെന്ന് സ്ഥാപിക്കുന്നത് എന്തൊരു ദുഷ്ടത്തരമാണ് ശ്രീ ബി എൻ അസ്കർ, എന്തൊരു അക്രമമാണ്. ഹാഷ്മി, ഇതിൽ ഏറ്റവും പരമപ്രധാനമായിട്ട് നമ്മൾ ആർക്കും ഈ മെഡിക്കൽ സയൻസിനെ കുറിച്ച് ഒന്നും അറിയാത്തതുകൊണ്ടും ആ ഒരു പരിമിതിയിൽ നിന്ന് വേണം നാം ഈ ചർച്ചയെ കൊണ്ടുപോകാൻ. ഒന്നാമതായി ഒരു നിർഭാഗ്യകരവും വേദനാജനകവുമായ സംഭവമാണ് 9 വയസ്സുകാരി ഒരു കുഞ്ഞിൻ്റെ കൈ മുറിക്കേണ്ടി വന്നു എന്നുള്ളത്. ഇത് വളരെ അപൂർവമായിട്ട് തന്നെ സംഭവിക്കുന്ന ഒരു അവസ്ഥാവിശേഷം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ കൈകളിലേക്കോ കാലുകൾക്കോ ഒടിവ് സംഭവിച്ചാൽ കാസ്റ്റ് ഇട്ടിട്ടാണ് സ്വാഭാവികമായും പ്ലാസ്റ്റർ ചെയ്ത് സുഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചികിത്സ പ്രധാനമായി നടത്താറുള്ളത്. ഇതിൽ ഒന്നാമതായി സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ അബ്രേഷൻ ഉണ്ടായിരുന്നു. ആ അബ്രേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിനുള്ള സാഹചര്യമില്ല. അപ്പോൾ ഇത് സംഭവിച്ചിട്ടുള്ള പ്രധാനമായിട്ടുള്ള മെഡിക്കൽ ശാസ്ത്രപരമായി പരിശോധിച്ചാൽ ശരിയാണ്, നമുക്ക് മെഡിക്കൽ ശാസ്ത്രം ഒന്നും അറിയില്ല. എന്ത് അബ്രേഷൻ ആണെങ്കിലും ഇവിടെ ഉണ്ടായത് എന്താണ്? ഇവിടെ നാട്ടിൽ നടക്കാത്ത ഒന്നാണോ? അല്ല, ഒരു കുഞ്ഞ് ഓടി വീണ് കൈ മുറിഞ്ഞു, അതിന്റെ എല്ലൊടിഞ്ഞു. ആ എല്ലൊടിഞ്ഞതിന് തുടർച്ചയായി കുഞ്ഞിന്റെ കൈ മുറിച്ച് മാറ്റുക. എന്നിട്ട് ഇന്ന് ഈ പറഞ്ഞ വാർത്താ സമ്മേളനം ഡോക്ടർമാർ എന്തെങ്കിലും പറഞ്ഞോ? അവരവരുടെ അനുമാനങ്ങൾ പറയുകയാണ്. അവരവരുടെ അനുമാനങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അവർ എന്നിട്ട് പുട്ടിന് വീരവല പറയും ഞങ്ങൾക്ക് ഉറപ്പില്ല കേട്ടോ. ഉറപ്പില്ലാത്ത എന്തിനാണ് പറയുന്നേ? അല്ല ഹാഷ്മി, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കയ്യോ കാലോ ഒടിഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിലെ ബ്ലഡ് വെസൽസിൽ രക്തയോട്ടം നടക്കുന്നില്ല എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് എത്തും. അതായത് നമ്മുടെ മസിലുകൾ വീക്കായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് തൊട്ടടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഗാൻഗ്രീൻ എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് അവസ്ഥയെത്തും. അതായത് രക്തയോട്ടം നിശ്ചലമായതിന് ശേഷം നിൽക്കും. അത് 6 മുതൽ 8 മണിക്കൂർ വരെയാണ് അതിൻ്റെ ഫേറ്റൽ പീരീഡ് എന്ന് പറയുന്നത്. സ്വാഭാവികമായി 6 മണിക്കൂർ മുതൽ 8 മണിക്കൂറിനുള്ളിൽ ഡോക്ടർമാരത്ത് വീണ്ടും എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തും എന്ന് തന്നെയാണ് മെഡിക്കൽ ശാസ്ത്രം പറയുന്നത്. ഇതൊരു വസ്തുതയാണ്. ഇവിടെ സംഭവിച്ചു പോയിട്ടുള്ളത്, ഈ രണ്ടാമത് ഇവർക്ക് കുഞ്ഞിൻ്റെ കയ്യിൽ വേദനയുണ്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നീര് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മൾ ഉടൻ തന്നെ ഡോക്ടറെ കാണാൻ പോകും. ഈ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ആ ഡോക്ടർ വീണ്ടും ഇത് പരിശോധിച്ചതിന് ശേഷം ഈ കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്, ഏതെങ്കിലും ബ്ലഡ് വെസൽസ് ബ്ലഡ് പോകാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യ ബോധം ഉൾക്കൊള്ളുന്നതിന് ആ ഡോക്ടർക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് ഈ കൈമുറിക്കേണ്ടി വന്നത്. ഇത് ക്ലിയർ കേസ് ഓഫ് മെഡിക്കൽ നെഗ്ലിജൻസ് തന്നെയാണ്, അതിന് ഒരു സംശയം വേണ്ട. അതിന് ഈ ഡോക്ടർമാർ ഇനി എത്ര ന്യായം പറഞ്ഞു, DMO അടക്കമുള്ള ആളുകൾ ഈ അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് നടത്തിയതിനു ശേഷം വന്നിരുന്ന് വാചാലം അടിച്ചാലും ശാസ്ത്രമല്ലാതാവില്ലല്ലോ. ഇത് എഴുതി വെക്കപ്പെട്ടിട്ടുള്ളതും അനുഭവത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ഇത് വളരെ അപൂർവമായിട്ട് മാത്രമേ ഇപ്പോൾ കൈയും കാലും ഒടിയുന്ന എല്ലാ ആളുകൾക്കും ഈ അവസ്ഥയിലേക്ക് എത്തണമെന്നില്ല. വളരെ അപൂർവമായിട്ട് സംഭവിക്കും. പക്ഷേ ഏതൊരു കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർക്ക് പോലും തിരിച്ചറിയാൻ കഴിയുന്ന ഗാൻഗ്രീൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ കമ്പാർട്ട്മെന്റ് സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയും കുഞ്ഞിന്റെ വിരലുകൾ നോക്കിയാൽ വിചാരിച്ചു. ആ വിചാരം ഒരു കുഞ്ഞിന്റെ വലത്തെ കൈ എടുത്തു. അതിന് സർക്കാരിന്റെ പിഴവാണ്. സർക്കാർ അതിന് പരിഹാരം എങ്ങനെ ചെയ്യുന്നുള്ള ചോദ്യം. ഇപ്പൊ ഹർഷൻ ഇരിപ്പുണ്ട്. ഹർഷൻ ഇതുപോലെ വയറ്റിൽ 7 വർഷം ഈ പറഞ്ഞ കത്രികയുമായി വയറ് പഴുത്തു നടന്നു, കൊടിയ വേദനയിൽ നടന്നു. 5 നയാ പൈസ എപ്പോഴും കൊടുത്തിട്ടില്ല സർക്കാർ. കൂടെ ഉണ്ടാവുന്ന ആരോഗ്യമന്ത്രി കൂടെ പറഞ്ഞു വഞ്ചനയായിരുന്നു, വെറും വാക്കായിരുന്നു, കള്ളമായിരുന്നു പറഞ്ഞൊക്കെ.
അശ്മി, നേരത്തെ അങ്ങ് ഇൻട്രോ എനിക്ക് വളരെ മനോഹരവും ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ ആയിരുന്നു അങ്ങ് പറഞ്ഞു. പക്ഷേ അവിടെ ബിന്ദുവിൻ്റെ കാര്യം പറയുമ്പോൾ ബിന്ദുവിൻ്റെ മകന് ദേവസ്വം ബോർഡിൽ ഓവർസിയറായിട്ട് ജോലി കൊടുത്തിട്ട് ഇപ്പോൾ 2 ദിവസമേ ആവുന്നുള്ളൂ. സർക്കാർ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ പാലിച്ച് തന്നെയാണ് പോകുന്നത്. അവരെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന സർക്കാർ ഉറപ്പ് കൊടുത്തു, അത് ഉറപ്പ് കൊടുത്തിട്ടുമുണ്ട്. ഇപ്പോൾ അർഷീനയുടെ അവസ്ഥയെ സംബന്ധിച്ച് അതിൻ്റെ മറ്റ് പല കാരണങ്ങൾ കൂടി ഉണ്ടാവും. ആ കാരണങ്ങൾ കൂടി പരിശോധന ശേഷം സർക്കാർ ചികിത്സയിൽ തുടർ ചികിത്സയിൽ അടക്കമുള്ള കാര്യങ്ങളിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല, ഒരു സഹായം കൊടുത്തിട്ടില്ല, ഈ ഒന്നും കുഞ്ഞിന്റെ ചെയ്തിട്ടില്ല. അടക്കം ഇതിലൊരു ഒന്ന് അവരെ ഈ പറയുന്ന ചികിത്സാ അനാസ്ഥയിൽ അവർ ചിലവാക്കിയ തുകയുടെ 10 പോലും കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അതെന്തൊരു വർത്താനം. വയറ്റിലൊരു കത്രിയുമായി നടന്ന എത്ര വർഷം, ഇപ്പോഴും അവർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ്. അല്ല, അതിന് എന്നിട്ട് സമരത്തിനിരിക്കുമ്പോൾ ആരോഗ്യമന്ത്രി വരും, കൂടെ ഉണ്ടാവും എന്ന് പറയും. വെറും വാക്ക്, വ്യാജം. ഇപ്പൊ സർക്കാർ അല്ല ഹാഷ്മി, ഇതിപ്പോൾ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായാൽ സർക്കാർ മാത്രമല്ല, സർക്കാർ സഹായം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് നിയമ സംവിധാനങ്ങളുണ്ട്. ആ നിയമ സംവിധാനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. അത് അങ്ങനെ ചെയ്താൽ അത് കൃത്യമായി ആർക്കാണോ ചികിത്സാ പിഴവ് സംഭവിക്കുന്നൊരു ഉത്തരവാദിത്വം അത് കണ്ടുപിടിക്കാനാവും. ഇപ്പോൾ ഈ കേസിൽ തന്നെ ജില്ലാ മെഡിക്കൽ ബോർഡ് അടിയന്തരമായി കൂടും. ജില്ലാ മെഡിക്കൽ ബോർഡിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ ശാസ്ത്രീയ അപഗ്രഥനത്തിന് ശേഷം, അത് നമ്മളെപ്പോലെ മെഡിക്കൽ ജ്ഞാനമില്ലാത്ത ആളുകളല്ല അത് കൂടുന്നത്, വളരെ കൃത്യമായിട്ട് മെഡിക്കൽ ബോർഡ് കൂടുമ്പോൾ ഇതിൽ മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ ഫൈൻ ചെയ്യും. അപ്പീൽ കൊടുക്കാനും സ്റ്റേറ്റ് ബോർഡ് കൂടുകയും ചെയ്യും. ഡോക്ടർമാർ, പോലീസുകാർക്ക് പിഴവുണ്ടായത് പോലീസുകാർ ചേർന്ന് പോലീസുകാരുടെ പിഴവാണെന്ന് പറയുന്ന എത്ര സംഭവം നമ്മുടെ നാട്ടിലുണ്ട് ശ്രീയാസ്കർ. അതുപോലെ ഡോക്ടർമാരുടെ പിഴവ്, ഡോക്ടർമാർ കൂടിയതും ഡോക്ടർമാരുടെ പിഴവ് സംഭവിച്ചു എന്ന റിപ്പോർട്ട് വരുന്നതാണ് അപൂർവം. അല്ലാതെ ഈ പറയുന്ന എന്താണ് മെഡിക്കൽ ജേണൽ എടുത്തുകൊണ്ട് വരുന്ന അതല്ല അപൂർവം. ഡോക്ടർമാർക്ക് പിഴവുണ്ടെന്ന് ഡോക്ടർമാരുടെ അന്വേഷണ സംവിധാനം പറയുന്നതാണ് അപൂർവങ്ങൾ, റയറസ്റ്റ് ഓഫ് ദ റയർ. ഞാൻ അങ്ങനെയൊക്കെ എത്താം ശ്രീയാസ്കർ. പ്രസീത അല്പസമയം കൂടി ഉണ്ടാവും, ആശുപത്രി ആവശ്യത്തിന് പോകേണ്ടി വരും. പ്രസീത, ഈ 25-ന് പോയി, അപ്പോൾ വേദനയോ നീരോ ഉണ്ടാകുമെങ്കിൽ പെട്ടെന്ന് വരണം എന്നൊക്കെ പറഞ്ഞായിരുന്നോ? 30-ാം തീയതിക്ക് അകം അങ്ങനെ കൊടിയ വേദനയാണെങ്കിൽ കുഞ്ഞങ്ങനെ സഹിച്ചു 5 ദിവസം. 25-ാം തീയതി പോയപ്പോഴാണ് അവർ പറഞ്ഞത് വേദന ഉണ്ടാവും, നീര് പറഞ്ഞപ്പോൾ കയ്യിന് നിങ്ങൾ ഇത്തിരി പ്രവർത്തിക്കാൻ നോക്കിയാൽ മതി, വിരലുകൾ ഇങ്ങനെ എടുത്തു വിട്ടാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ വിരൽ എടുത്തു വിടാൻ പറ്റില്ല എന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് 5 ദിവസത്തേക്ക് മരുന്ന് എഴുതി തന്നത്. 5 ദിവസത്തേക്ക് മരുന്ന് എഴുതി തന്ന് ഈ 30-ാം തീയതിയാണ് നോക്കുമ്പോഴാണ് കയ്യിൻ്റെ ബാൻഡേജ് ഇട്ടത് കൊണ്ട് നമുക്ക് കാണില്ലല്ലോ, അതിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് എടുത്ത് തുറന്നു നോക്കാൻ പറ്റില്ല. കാരണം ഡോക്ടർമാർ ചെയ്യേണ്ടതല്ലേ, പണിയല്ലേ. ഈ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഈ തുറന്നു നോക്കി ഇൻഫെക്ഷൻ ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണമായിരുന്നു. പക്ഷെ നമ്മുടെ വിരലിന്റെ തുമ്പ് വരെ പ്ലാസ്റ്റർ ആയിരുന്നു അല്ലേ? നമ്മുടെ വിരലിന്റെ തുമ്പ് വരെ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ മുട്ടും കൈന്റെ മേലെ തൊട്ട് ഈ തുണ്ട് വിരല് വരെ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ നമ്മൾ നീര് വന്നാൽ കാണും? ഡോക്ടർമാർ ചോദിക്കുന്നു, നീര് വന്നപ്പോഴത്തേക്ക് വന്നില്ലെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ? ഡോക്ടറിനെ കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നീര് വന്നിട്ടുണ്ട്, നീര് വീങ്ങിയിട്ടുണ്ട് പറഞ്ഞു. എനിക്ക് നീര് എന്നറിയില്ല, വീങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൈകളൊക്കെ വീങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നിങ്ങൾ കൈ ഇത്തിരി മടക്കി ഇങ്ങനെ നൂർത്തി വിട്ടാൽ മതി, മടക്കി നൂർത്തി വിട്ടാൽ മതി പറഞ്ഞു എന്നോട് ഡോക്ടർ. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകുമ്പോഴേക്കും ഇത് അഴിക്കുന്നുണ്ടല്ലോ, അഴിച്ച് കണ്ട ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ അത് ഇങ്ങനെയായിരിക്കണം എന്നൊക്കെ ചോദിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ പറഞ്ഞു. നമുക്ക് ശ്രദ്ധിക്കുക പറഞ്ഞാൽ അവർ ബാൻഡേജ് ഇട്ടത് കൊണ്ട് നമ്മൾ കണ്ടില്ല സാറേ പറഞ്ഞു ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്താ ചെയ്യാൻ പറ്റുന്ന കാര്യം? പൊടിക്കുഞ്ഞാണ്, അതിന് ഇനി മുന്നോട്ട് ജീവിക്കാനുണ്ട്. ഒരു കൈയില്ല, ജീവിക്കാൻ ഇനി കിടക്കണു, ഇനി ജീവിക്കാൻ കൈയില്ല. അപ്പൊ ഞങ്ങൾക്ക് നീതി കിട്ടണം. കാരണം ആ സൂപ്രണ്ട് സാറ് പറഞ്ഞത് മൊത്തം നുണയാണ്, നുണ മാത്രമാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യമായിട്ട് പറയാണ്. ഞങ്ങളോട് വേദന ഉണ്ടാകുമ്പോൾ വരാനോ പറഞ്ഞിട്ടില്ല, ഈ മറ്റേ നീര് കെട്ടുണ്ടായിരുന്നപ്പോൾ വരാനും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞിട്ട് അവർ കേട്ടിട്ടില്ല. പിന്നെ കേൾക്കാത്തത് എങ്ങനെയാണ് അവർ പറഞ്ഞു എന്ന് പറയണത്? അത് അവരുടെ കുറ്റം ഒഴിവാക്കണമല്ലോ, ആരുടെ തല വെക്കണമല്ലോ, അതിനുവേണ്ടി പറയുന്ന. കാരണം അവർക്ക് അവരിൻ്റെ സ്റ്റാഫുമാരനെ സംരക്ഷിക്കാൻ നോക്കുകയാണ്. ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഇപ്പം നമ്മ പാവങ്ങളല്ലേ, പാവങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരും ചോദിക്കാനില്ല. പക്ഷെ അതുമാതിരി ഇപ്പോൾ ഡോക്ടറിൻ്റെയോ വക്കീലിൻ്റെയോ മക്കളാണെങ്കിലോ അവർ വെറുതെ വിടുവോ? അവർ വെറുതെ വിടില്ലല്ലോ. അവർക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ആരും ഇല്ല, അത്ര തന്നെ അവർ. അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ പറയുന്നത്, നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സൂപ്രണ്ട് സാറ്.
ആ വാർത്താ സമ്മേളനം കേട്ടായിരുന്നോ? പ്രസിദ്ധ കേട്ടായിരുന്നോ? അവർ ഞാൻ പറയുന്നു കേട്ടു കേട്ടു ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ചിരിച്ചോണ്ടിരുന്ന് കള്ളം പറയാ. ആ കള്ളം തന്നെ, കള്ളമാണ്, 100% കള്ളം തന്നെയാണ് പറയണത്. മുന്നോട്ട് ഇപ്പൊ നമുക്കിപ്പോ കള്ളം പറഞ്ഞിട്ട് എനിക്ക് ഒന്നും കിട്ടാൻ പോകില്ല. എൻ്റെ മോളുടെ കൈ പോയത് തന്നെയാണ്, പോയിട്ട് ഒന്നും കിട്ടാനൊന്നും പോകില്ല. ഇപ്പൊ നമ്മ കള്ളം പറഞ്ഞ് എനിക്കൊന്നും കിട്ടാൻ പോകില്ല. പക്ഷെ എനിക്ക് നീതി കിട്ടണം, അത്ര തന്നെ ഞാൻ പറയുന്നുള്ളൂ. ഇത് എനിക്ക് സംഭവിച്ചത്, ഈ എൻ്റെ കുട്ടിക്ക് സംഭവിച്ചത് നാളെ വേറൊരു കുട്ടിക്ക് സംഭവിക്കില്ലെന്ന് എന്താ ഉറപ്പ്? ഇത് ഇപ്പൊ പറഞ്ഞത് മൊത്തം തെറ്റല്ലേ? കാരണം അവൻ്റെ കയ്യിൽ പിഴവ് ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്ന് അവരൊക്കെ ഇങ്ങനെ പറയണത്. അങ്ങനെയൊക്കെ മൊത്തം ചാൻസുകളാ പറയുന്നത്, മൊത്തം അനുമാനങ്ങളാ എന്ന് പറഞ്ഞാൽ അവർ കൂടെ പറയും ഇതൊന്നും ഉറപ്പില്ല, ഇതൊക്കെ ഞങ്ങളുടെ ഒരു തോന്നലാണ്, മൊത്തം ഉറപ്പില്ല എന്ന് കൂടെ പറയുകയും ചെയ്യും. എന്നാൽ ഏതാണ്ട് ഗടാഗടിയ വാക്ക് പറയും, ഏതാണ്ട് മെഡിക്കൽ ജേണലൊക്കെ ഡൗൺലോഡ് ചെയ്ത് കാണിക്കുകയും ചെയ്യും. അതന്നെ. അപ്പൊ അവര് പറയണ ഇതൊക്കെ സാഹചര്യമാണ്, അതൊക്കെ സംഭവിക്കാൻ പോകുന്ന സാഹചര്യം. ഇപ്പൊ എൻ്റെ മകളുടെ ജീവൻ പോയതാണെങ്കിൽ അവരിപ്പൊ തരുമോ എനിക്ക്? ന്യായം പറഞ്ഞാൽ അവർക്കാണോ അവരുടെ കയ്യിലാണോ ന്യായത്തിന് പഞ്ഞം? അതെ 8 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു കുട്ടിന്റെ കൈ മുറിച്ചു മാറ്റി പറഞ്ഞാൽ അത് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ഏതെങ്കിലും ലോകത്ത് നടന്നിട്ടുണ്ടോ? അത് 8 ദിവസത്തിനുള്ളിൽ നമുക്കറിയില്ല. നമ്മൾ വിശ്വസിച്ചിട്ടല്ലേ നമ്മൾ ഈ ഗവൺമെന്റ് ആശുപത്രി എന്തിനാണ്? പാവങ്ങൾക്കുള്ളതാണ് ഗവൺമെന്റ് ആശുപത്രി, അവരെ പോലെ പണക്കാർക്ക് ഉള്ളതാണ് പ്രൈവറ്റ് ആശുപത്രി. ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ അപ്പ കൊണ്ടുവന്ന് അപ്പ കഴിയുന്നവരാണ് ഞങ്ങള്. അവരിങ്ങനെ നമ്മളെ ഗവൺമെന്റ് ആശുപത്രിയിൽ എന്തിനു പോകണം? നല്ല ചികിത്സ കിട്ടും, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്നൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മ പോകുന്നത്. പക്ഷെ അവരെ നമ്മളെ ഇങ്ങനെ കാണിക്കുകയാണ്. കാരണം ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അവർക്ക് എങ്ങനെ വേണേ മാറ്റി പറയാം. അവർ പറഞ്ഞു ഞങ്ങൾ 25-ാം തീയതി പോയിട്ടില്ല എന്നാ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ 25-ാം തീയതി പോയിട്ടുണ്ട്. അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഡോക്ടർ 25-ാം തീയതി ഞങ്ങൾ പോയിട്ടില്ല എന്ന്. പക്ഷെ ഞങ്ങൾ പോയിട്ടുണ്ടല്ലോ. അവരിങ്ങനെ മാറ്റി പറയുന്നു. 25-ാം തീയതി പോവാൻ പറഞ്ഞിട്ട് പോയതാണോ അതോ വേദന കാരണം നിങ്ങൾ പോയതാണോ പ്രസീത? എല്ലാവരും ഞങ്ങളോട് OP കാണിക്കാൻ പറഞ്ഞു. 24-ാം തീയതി പോയപ്പോൾ OPയിൽ ഒന്ന് കാണിക്കൂ പറഞ്ഞ് ഞങ്ങൾ കാണിച്ചതാണ്. 25-ാം തീയതി അവര് തന്നെ പറഞ്ഞതാണ്. പക്ഷെ ഞങ്ങൾ ഈ വേദനന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ശ്രദ്ധിക്കുക പറഞ്ഞ അവര് ഇത് അഴിച്ചു മാറ്റി ഒന്ന് നോക്കിയാൽ മതിയായിരുന്നു. നമുക്ക് പറയാൻ പറ്റില്ല. നമ്മ കാണിക്കാൻ പോകുമ്പോൾ അവർക്കല്ലേ അതിൻ്റെ ഇതൊക്കെ അറിയുള്ളൂ. നമുക്കിതിൻ്റെ ഒന്നും അറിയില്ല, എല്ലിൻ്റെ എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ സംഭവം. അവരാണല്ലോ പറയേണ്ടത്. എന്തായാലും അങ്ങനെ സംഭവിച്ചു. അവർ ഈ പറയുന്ന പോലെ എന്തുണ്ടായാലും അവർക്ക് പറയാൻ ന്യായങ്ങൾ ഇഷ്ടം പോലാണ്. അവിടെ ഇവിടെ നിന്നൊക്കെ ഉണ്ടാവും. പച്ചക്ക് പിഴവുണ്ടായാലും അല്ല, ഡോക്ടർമാർ എങ്ങനെ വേണം? നമ്മളോട് എന്ത് ചോദിക്കണം? വേദനയുണ്ടോ? കുട്ടിനെ കൊണ്ട് ചോദിക്കണം. കുട്ടിനെ കൊണ്ടൊന്നും ചോദിച്ചില്ല. ഞാനാ പറഞ്ഞത് അവരോട്. അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഡോക്ടർമാർ ചോദിച്ചില്ല. ഞാനാ പറഞ്ഞത് അവരോട്, ഡോക്ടർ കൈ വേദനയ്ക്കുണ്ട്, നല്ല വേദനയുണ്ട്, ഇഞ്ചക്ഷൻ ഇടാൻ പറ്റുമോ ചോദിച്ചപ്പോൾ അയ്യോ ഇഞ്ചക്ഷൻ ഇടാൻ പറ്റില്ല പറഞ്ഞു. മരുന്നുണ്ടല്ലോ പറഞ്ഞു. ശരി പറഞ്ഞു. ഞാൻ ഇത്തിരി നീര് കട്ടുണ്ടോ ചോദിച്ചു. ഇത്തിരി വീങ്ങിയിട്ടുണ്ട് പറഞ്ഞപ്പോൾ അത് നമ്മൾ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒടിച്ചൊടിച്ച് വിട്ടാൽ മതി, അപ്പോൾ അത് ശരിയാവും. ഞാൻ ഒടിച്ച് വിടാൻ പറ്റില്ല, അവൾ കൈ വേദനിച്ചിട്ട് കത്തുകയാണ് പറഞ്ഞപ്പോൾ അതെന്തായാലും എല്ലിൻ്റെ വേദനയല്ലേ. അങ്ങനെയാണ് അവർ പറയുന്നത്. നമ്മ പറഞ്ഞിട്ടടക്കം അവരങ്ങനെ പറയണത്. ഇനി മാറ്റി അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഇതിപ്പോ. അല്ല, അത് അവർക്ക് അവരെ സേവ് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് അവരെ സേവ് ചെയ്യണമല്ലോ. നമുക്ക് വലിയ രാഷ്ട്രീയ ശക്തി, നിങ്ങൾക്ക് വലിയ രാഷ്ട്രീയ ശക്തി ഇല്ലാത്തവരാണ്, വലിയ സ്വാധീനമില്ലാത്തവരാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആരും തിരിച്ചു പറയില്ല, അതുകൊണ്ടാണ്. അതിനായി സൂപ്രണ്ട് സാർ പറഞ്ഞല്ലോ വരണം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്രണ്ട് സാറ്. വരണമെന്ന് പറഞ്ഞപ്പോ അല്ല വന്നു ഇതിന്റെ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവരപ്പോ ഈ മുന്നിലുണ്ടായിരുന്നു, ഇത് പറയുമ്പോ ഈ അതിന്റെ മുന്നിലുണ്ടായിരുന്നു. ഇവര് ഇത് കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടറിന്റെ മുന്നിൽ ഇവര് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നോ? അവര് പറയുന്നത് അന്വേഷിച്ചു നോക്കിയാ പറയുന്നത്. അവരതല്ല അതിലപ്പുറം പറയും. ഞാൻ എത്താം നേരത്തെ കണ്ട ദൃശ്യങ്ങളായിരുന്നു അവരുടെ വീട് എന്ന് പറഞ്ഞാൽ. ഇവര് താമസിക്കുന്നത് ഒരു ചെറിയ വാടക വീട്ടിലാണ്. ആകെയുള്ള വീടെന്ന് പറഞ്ഞാൽ ആകെയുള്ള വാടക ആകെയുള്ള വീടാണത്. അത് വീടെന്ന് പറയാൻ പറ്റൂ. ഒരു ടാർപ്പാളിനൊക്കെ അടിച്ച് അകത്ത് എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്ന ഒരു കൂരയാണ്. ഒരു പരമസാധുക്കളാണ്, കൂരയാണ്. ആ കൂരക്കകത്താണ്, അതിനകത്ത് കുഞ്ഞിൻ്റെ ബാഗും ബുക്കൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി എന്താണ് കൈയില്ലാത്ത കുഞ്ഞ് ബാഗ് എടുത്തത് പോകണമെന്നാണ്.
അപ്പോൾ ഈ അവസ്ഥയിലുള്ളവരാണ് അവർക്ക് ഏതെങ്കിലും തരത്തിൽ സ്വകാര്യ ആശുപത്രി സമീപിക്കാനുള്ള ഒരു പാങ്ങിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ വേദന കൂടുമ്പോൾ അവർ നേരെ അങ്ങോട്ടല്ലേ പോവൂ, വീണ്ടും അങ്ങോട്ടൊക്കെ പോവോ? അതാണ് അവസ്ഥ. ഹർഷിനെയും ഇപ്പോൾ ഇനിയിപ്പോൾ നീതിയുടെ വഴികളിൽ ഇറങ്ങാൻ പോവാണ്. എന്താണ്, ചെയ്യാത്ത കുറ്റത്തിന് കൈ നഷ്ടപ്പെട്ട കുഞ്ഞിന് നീതി വേണം എന്ന ആവശ്യം അമ്മ ഉന്നയിക്കാൻ പോവാണ്. ഹർഷയുടെ കൂടെ നിന്നുപോലെ നമ്മളൊക്കെ കൂടെ നിൽക്കാനും പോവാണ്. അക്കാര്യത്തിൽ ഒരു തർക്കം അക്കാര്യത്തിൽ ഏതറ്റം വരെ പോയാലും കൂടെ നിൽക്കാനും പോവാണ്. ഹർഷയുടെ അനുഭവം എന്താണ്? അവർക്ക് നീതി കിട്ടും എന്ന് പ്രതീക്ഷിക്കാവോ അവർ? ഈ ഒരു സർക്കാരിൻ്റെ അടുത്തുനിന്ന് നീതി കിട്ടുന്നുള്ള യാതൊരു പ്രതീക്ഷയും വേണ്ട എന്നുള്ളതാണ്. കാരണം 3 വർഷത്തോളമായി നീതിക്ക് വേണ്ടി അലയാണ്. 8 വർഷത്തോളമായി ദുരിതത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ ഇപ്പോഴും അതിനേക്കാൾ വലിയ വേദനകളുമായിട്ട് ജീവിക്കുന്ന ആളാണ്. ഇതുവരെ ഈ ഒരു നിമിഷം വരെ ഒരു തരത്തിലുള്ള നീതിയും ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയും വർഷം ഒരു 5 വർഷത്തോളം ഒരു ആർട്ടറി ഫോർസെപ്സ്, കത്രിക രൂപത്തിലുള്ള ആർട്ടറി ഫോർസെപ്സ് വയറ്റിൽ കൊണ്ടു നടന്നു. എന്നിട്ട് ആരോഗ്യവകുപ്പിൻ്റെ പല തരത്തിലുള്ള അന്വേഷണങ്ങൾ വന്നപ്പോഴൊക്കെ ഇതേ മറുപടി, ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലുള്ള അതേ മറുപടികളാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അവസാനം ഞാൻ കത്രിക വിഴുങ്ങിയതാണോ എന്ന് പോലും സംശയിക്കുന്ന രൂപത്തിലേക്കായി കാര്യങ്ങൾ. കാരണം ഇങ്ങനെ ഒരു കത്രിക മെഡിക്കൽ കോളേജിൽ നിന്ന് കുടുങ്ങിയിട്ടില്ല എന്നുള്ളത് അവരെ വാദം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുഭവിച്ച വ്യക്തി എന്നുള്ള നിലക്കും എല്ലാ തെളിവുകളും സഹിതമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയൊരു കത്രികയാണ്, ഒരു സൂചിയൊക്കെ ആണെങ്കിൽ എന്നോ കുടുങ്ങിപ്പോയതാണെങ്കിലും പറയായിരുന്നു. ഇത്രയും വലിയൊരു കത്രിക കുടുങ്ങിയത് 5 വർഷം ഞാൻ അറിഞ്ഞില്ല, കത്രികയാണ് എന്നുള്ള അറിഞ്ഞില്ല എന്നല്ലാണ്ട് അതിൻ്റെ എല്ലാ അവസ്ഥകളും അറിഞ്ഞ ആളോടാണ് പറയുന്നത് ഇത് ഇവിടുന്ന് ഇങ്ങനെ ഒരു കത്രിക നഷ്ടപ്പെട്ടിട്ടില്ല, പിന്നെ എവിടുന്ന് വന്നു, അതിന് അവർക്കൊരു ഉത്തരമില്ല. അല്ല, വിഴുങ്ങിയെന്ന് പറയാതെ ഭാഗ്യം. ഞാൻ പറഞ്ഞു ഇതുപോലത്തെ മെഡിക്കൽ ബോർഡൊക്കെ ആണെങ്കിൽ അത് ഹർഷിനെ വിഴുങ്ങിയ കത്രികയാണ്, ഞങ്ങൾ കുറ്റക്കാരല്ല എന്ന് പറഞ്ഞേനെ ഹർഷിന. ഉറപ്പാണത്, ഒരു തർക്കമാക്കരുത് വേണ്ട. അത് ആമാശയത്തിലല്ലാത്തത് കൊണ്ട് അവർക്ക് പറയാൻ ഒരു ചാൻസും ഇല്ലാത്തത് കൊണ്ട് മാത്രമായിരിക്കും പറയാതിരുന്നതെന്ന് വിചാരിക്കുന്നത്. കാരണം ഇത് സിസേറിയൻ ചെയ്യുന്ന അവസാനം തുന്നിക്കെട്ടുന്ന ആ ഒരു കറക്റ്റ് സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് മുന്നത്തെ സിസേറിയനിൽ വന്നതാണ്. അടുത്ത പ്രഗ്നൻസിയിൽ ഈ വയറ് വീർത്ത് വരുമ്പോൾ കത്രിക ഇങ്ങനെ സ്കാൻ ചെയ്യുന്ന അതിനേക്കാൾ നന്നായിട്ട് നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന അങ്ങനത്തെ രൂപത്തിലുള്ള വാദങ്ങളെ പോലും അവർ പറയുന്നത് മുന്നത്തെ 3ാമത്തെ സിസേറിയനിലാണ് സംഭവിച്ചത്. അപ്പോൾ 2ലോ 1ലോ ആവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യന് നട്ടാൽ മുളയ്ക്കാത്ത നുണന്ന് പറയില്ല, അങ്ങനത്തെ രൂപത്തിലുള്ള കളവ് പറഞ്ഞിട്ടാണ് അവർ ഇവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു പിഴ വന്നിട്ട് പോലും യാതൊരു നടപടിയും 3 വർഷം കഴിഞ്ഞു. അങ്ങനെ പോലീസിൽ നമ്മൾ കൊടുത്തു. നിയമ നടപടി എന്ന് പറയുന്നുണ്ടല്ലോ, ആരോഗ്യ വകുപ്പിൻ്റെ അല്ലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള നീതിയും കിട്ടൂല എന്ന് ഉറപ്പായതിനു ശേഷമാണ് നമ്മൾ നിയമ നടപടിയുമായിട്ട് കോടതി വരെ എത്തി. പോലീസ് അത്രയും വ്യക്തമായിട്ട് അത്രയും സാക്ഷി മൊഴികളോടുകൂടി ഈ കേസ് തെളിയിച്ചു. കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. ഈ 3ാമത്തെ സിസേറിയനിൽ കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് സംഭവിച്ചിട്ടുള്ളതെന്നും അവിടെ ചെയ്ത ഡോക്ടേഴ്സിനെ സ്റ്റാഫ് നേഴ്സിനെ പ്രതികളാക്കി കുറ്റപത്രം വരെ സമർപ്പിച്ചു. എന്നിട്ട് എന്ത് നടപടിയാണ് ആരോഗ്യവകുപ്പും സർക്കാരും ഇതുവരെ എടുത്തിട്ടുള്ളത്? തുടക്കത്തിൽ റിപ്പോർട്ട് വരട്ടെ, അല്ലെങ്കിൽ അടുത്ത അന്വേഷണത്തിന് റിപ്പോർട്ട് വരട്ടെ, കർശന നടപടി. ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ പല്ലവി ഓരോ സമയത്തും നമ്മളോടും പറഞ്ഞതാണ്. എന്നിട്ട് എന്ത് നടപടി എടുത്തു? ഇപ്പോഴും അവിടെ ആ ഡോക്ടേഴ്സും ആ നഴ്സുമാരും കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ ഇതിന് കത്രിക പുറത്തെടുത്തതിനു ശേഷവും കാര്യമായ കാതലായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ആ ആരോഗ്യ പ്രശ്നത്തിന്റെ പേരിൽ ചികിത്സയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ ഇല്ലാത്ത പൈസ ചെലവാക്കുകയും ചെയ്തു. ഉള്ള ഉപജീവന മാർഗം പോലും മുട്ടിപ്പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. വല്ലാത്ത അവസ്ഥയാണ് ഞാൻ കേട്ടു. ശരിയാണോ ഹർഷിന? തീർച്ചയായും വളരെയധികം പ്രയാസത്തിലുള്ള ഒരവസ്ഥ. ഇപ്പം എനിക്ക് 33 വയസ്സിൽ, ഞാൻ 26ാം വയസ്സിലാണ് ഈ ഒരു ദുരിത ജീവിതത്തിൽ എത്തിപ്പെടുന്നത്. 26ാം വയസ്സിലാണ് 3ാമത്തെ സിസേറിയൻ. അന്ന് തുടങ്ങിയ ഈ വേദന, കത്രിക ഞാൻ വയറ്റിൽ കൊണ്ടു നടന്നതിനേക്കാളും വലിയ പ്രയാസത്തിലാണ് അത് എടുത്തതിന് ശേഷം. കാരണം എടുക്കാൻ വേണ്ടി ചെയ്ത ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ നീണ്ട എത്രയോ ഡോക്ടേഴ്സ് നിന്നിട്ട് വലിയൊരു മേജർ ഓപ്പറേഷനാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സ് പോലും പറഞ്ഞ് ഇത്രയും വലിയൊരു കത്രികയായി 5 വർഷം ജീവിച്ച നീ ജീവനോടെ ഇപ്പം നിൽക്കുന്ന എന്തോ ദൈവഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണെന്നാണ്. അപ്പം അത്രയും മരണത്തിൻ്റെ വക്കിന്ന് രക്ഷപ്പെട്ട ഞാൻ വീണ്ടും ആ ഒരു പ്രത്യേക സ്ഥലത്ത് തന്നെ ഭയങ്കരമായ വേദനയും, അവിടെ ഒരു ഗ്രോത്ത്, ഹെർണിയേഷൻ പോലെ ഒരു ഗ്രോത്ത് വന്ന് കഴിഞ്ഞ മെയിൽ പിന്നെ വീണ്ടും സെയിം സ്ഥലത്ത് ഒരു സർജറിയും കൂടി ചെയ്തിട്ട് അതൊരു ഹെർണിയേഷൻ പോലത്തെ ഗ്രോത്ത് ഇനി വരാൻ ചാൻസ് ഉണ്ട് എന്നാണ്. അവിടെ ഒരു മെഷ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉള്ളിലിപ്പോൾ.
അപ്പോൾ ഇപ്പം ഞാൻ ഇരിക്കുന്ന സമയത്ത് പോലും ഇന്നലെ പറ്റിയൊരു മുറിവിനുണ്ടാകുന്ന ഒരു വേദന അങ്ങനെ ഉണ്ടാവും. അതേ ഒരു വേദനയിലാണ് ഇപ്പോഴും ഞാൻ ഇരിക്കുന്നത്. ആർക്കും ഇതൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവാഞ്ഞിട്ടാണെന്ന് അറിയാം. നമ്മൾ വെറുതെ എന്തെങ്കിലും നഷ്ടപരിഹാരം ഗവൺമെൻറ് അടുത്തുനിന്ന് മുതലാക്കാനോ അതൊന്നല്ല. നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം, നമുക്ക് നഷ്ടപ്പെട്ട നഷ്ടങ്ങൾ, ഞങ്ങൾ അത്യാവശ്യം ആരെ ആശ്രയിക്കാതെ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നതാണ്. ഒക്കെ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാലും പറയാണ്, ഹസ്ബൻഡ് ഞങ്ങൾ കൊല്ലത്തൊരു വലിയ കുഴപ്പമില്ലാതെ ഒരു ഫർണിച്ചർ ബിസിനസ്സിൻ്റെ ഒരു ഇതിലൊക്കെ നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു വിഷയം വരുന്നതും ഞാൻ തളർന്ന് പോകുന്നതും. അവിടെയുള്ള ഹോസ്പിറ്റലുകളിൽ, കൊല്ലത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് പൈസ ചിലവാക്കിയാൽ നമ്മളിതിന് ഒരു 4-5 വർഷത്തോളം ഇതിൻ്റെ പുറകിൽ നടന്ന അവസാനമാണ് ഇത് കണ്ടെത്തുന്നത്. അതിനുശേഷമാണ് ഇത് എടുത്തിട്ട് ഇപ്പോഴും അത്രയും അവസ്ഥയാണ് ആരോഗ്യപരമായിട്ട് എനിക്കുള്ളത്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ മെഡിക്കൽ കോളേജിലേക്ക് പോകാനുള്ള യാതൊരു ധൈര്യം എനിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ തന്നെ ആശ്രയിക്കേണ്ട ഒരവസ്ഥയിലാണ്. മെഡിക്കൽ കോളേജ് മോശമാണോ എന്നോ അങ്ങനെയൊന്നല്ല പറഞ്ഞു. കിട്ടാത്തൊരിടം ആയതുകൊണ്ട് ഇങ്ങനെയുള്ള തിക്താനുഭവങ്ങൾ, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ, ഇങ്ങനെയുള്ള വീഴ്ചകൾ, അനാസ്ഥകൾ പറയാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ പറയുമ്പോഴേക്കും അത് ആരോഗ്യ കേരളത്തെ വേട്ടയാടാൻ വരുന്നേ എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. ഷംകി ഹരിദാസ് ആരോഗ്യമന്ത്രി നാളെ മാധ്യമങ്ങളോട് പറയാൻ പോകുന്നത് എന്താണ്? ഡോക്ടർമാർ പറഞ്ഞ ഇതേ വാദം പിന്നെയും ആവർത്തിക്കുകയാണ്. ഇനി ഏത് മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടെങ്കിലും അവർക്ക് ആ നെഗ്ലിജൻസിനെ പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ന്യായങ്ങൾ ഇപ്പോൾ നന്നായി പറയാൻ അറിയാവുന്നവരാണെന്നുള്ള കാര്യം ഈ ഗേഡുവർ കുടുങ്ങിയ കാര്യം എല്ലാവർക്കും അറിയാം, അത് പിഴവാണെന്ന്. ഡോക്ടർ തന്നെ സംബന്ധിച്ചതാണ് പിഴവാണെന്ന്. നമ്മുടെ ഇതേ ചർച്ചയിൽ ഒരു ഡോക്ടർ വന്നിരുന്ന് ചിത്രം വരച്ച് ഗേഡുവർ കുടുങ്ങൽ സ്വാഭാവികമാണ് എന്ന് പറയാൻ സമർത്ത് ഞാൻ നേരിട്ട് കണ്ട ആളാണ്. ഹരിദാസ്, അപ്പം ന്യായവാദങ്ങൾ ഉണ്ടാകും, ന്യായവാദങ്ങൾ സർക്കാർ മുഖവിലക്കെടുക്കും. ആ കുഞ്ഞിന് ഇപ്പോൾ ഈ 1-2 ദിവസത്തെ വാർത്താബഹളം കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ കാര്യം ആരെങ്കിലും നോക്കുമോ? ആ കുഞ്ഞിന് എന്തെങ്കിലും സഹായം ഉണ്ടാവുമോ? ഈ നിയമ നടപടിക്ക് പോവുക, ഇവിടെ വക്കീൽ കൂടിയായിട്ടുള്ള അദ്ദേഹത്തിന് MBBS വൈദ്യശാസ്ത്രത്തെ കുറിച്ചിട്ടും അറിയാം. കാരണം മറ്റുള്ളവർ വൈദ്യശാസ്ത്രത്തെ കുറിച്ചിട്ട് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പറഞ്ഞിട്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു. ശ്രീ അസ്കർ, എൻ്റെ സുഹൃത്ത്. അപ്പോൾ നിയമ നടപടിക്ക് പോവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഹാഷ്മി? 10 വർഷം നിങ്ങളതിൻ്റെ പിന്നാലെ നടക്കൂ എന്നുള്ളതാണ്. മിനിമം 10 വർഷം. ഇവിടെ ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കുക ശ്രീ ഹാഷ്മി, ഇപ്പോഴത്തെ ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി 18 മാസം കൊണ്ട് 43,60,000 രൂപ മെഡിക്കൽ റീഎംബേഴ്സ്മെൻറ്റ് മേടിച്ച ഒരു സംസ്ഥാനത്ത് ഒരു കത്രിക കുടുങ്ങിയിട്ട് 7 വർഷമായിട്ട് നിയമ പോരാട്ടം നടത്തിയിട്ട് 7 വർഷം കത്രിക കൊണ്ട് നടക്കുകയും 3 വർഷമായിട്ട് നിയമ പോരാട്ടം നടത്തുകയും ചെയ്യുന്ന ഹർഷീനയ്ക്ക് ഒരു താൽക്കാലിക ആശ്വാസത്തിൻ്റെ പേരിൽ ഒരു തുക നൽകാൻ തയ്യാറാകാത്ത ഒരു സംസ്ഥാന സർക്കാരുള്ള നമ്മുടെ ഈ നാട്ടിൽ എന്ത് നീതിയാണ് ഈ കൈമുറിച്ചു മാറ്റപ്പെട്ട കുട്ടിക്ക് നാളെ ലഭിക്കുക? സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഡോക്ടർമാർക്കെതിരായിട്ടുള്ള നടപടികൾക്കാണെങ്കിലും ഒരു നടപടിയും ഒരു ചുക്കും ചുണ്ണാമ്പും ഉണ്ടാകാൻ പോകുന്നില്ല. ആഷ്മിയെ പോലുള്ളവർ ഈ വിഷയം TV-യിലെ ചർച്ചകളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും ഒഴിവാകുന്നതോട് കൂടിയിട്ട് ഈ പ്രശ്നം അവസാനിപ്പിച്ചു. ഇന്ന് നടത്തിയ ഈ പത്രസമ്മേളനം, ഈ ഡോക്ടർമാർ, ഈ ക്രൂരത കാണിച്ച ഈ ഡോക്ടർമാർ നടത്തിയ പത്രസമ്മേളനം എത്രത്തോളം നുണയായിരുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം എന്താ? കയ്യിലെ കെട്ടഴിച്ച് കണ്ട മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ചോദിച്ചത് ആരാണ് ഈ കുഞ്ഞിനെ ഇത്രയും അശ്രദ്ധമായി ചികിത്സിച്ചത് എന്നാണ് ചോദിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ ഈ പറഞ്ഞ പത്രസമ്മേളനത്തിൽ ഞങ്ങളുടെ കയ്യിൽ യാതൊരു തെറ്റുമില്ലെന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാവുന്ന ഡോക്ടർമാർ തന്നെ ഇത്തരത്തിൽ പറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിലെ അത് കഴിഞ്ഞ് അവർ ഈ പറയുന്ന രീതിയിൽ വലിയ വിദഗ്ധരുടെ വാദം എന്ന നിലയ്ക്ക് അവതരിപ്പിക്കുന്നത് എല്ലാ വാദങ്ങളും അവർ എല്ലാ പോസിബിലിറ്റിയാണ് പറയുന്നത്, എല്ലാ അനുമാനങ്ങളാണ് പറയുന്നത്. എന്നിട്ട് ഗൂഗിളിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് മെഡിക്കൽ ജേണലൊക്കെ എടുത്തുകൊണ്ടൊന്ന് വാദിക്കുക, അങ്ങ് ഇല്ലാത്ത കാര്യങ്ങൾ, സാങ്കല്പികമായ കാര്യങ്ങൾ. എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? ഇത് രാഷ്ട്രീയ പ്രശ്നമൊന്നും അല്ലല്ലോ, ഒരു പാവം കുഞ്ഞിന്റെ പ്രശ്നമല്ലേ? വന്ദനാദാസിനെ ഒരു MBBS പഠനം പൂർത്തിയാക്കിയിട്ട് ജോലിയിൽ കയറിയ വന്ദനാദാസ് എന്ന് പറയുന്ന ഒരു 24-കാരിയെ ഒരു ക്രിമിനൽ കുത്തിക്കൊന്നപ്പോഴും അന്നും നിരത്തിയെന്ന ന്യായങ്ങളൊക്കെ ഇത് തന്നെയല്ലേ? അവിടുത്തെ സെക്യൂരിറ്റിക്കാരെ വെക്കാത്തതിലോ ഇത്തരം ആസ്പത്രികളിൽ പെൺകുട്ടികളായ ഡോക്ടർമാർ ജോലി ചെയ്യുന്നിടത്ത് കൊടുക്കേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കാത്ത വിഷയത്തിലൊന്നും അല്ലല്ലോ സംസാരിച്ചത് എൻ്റെ ഹാഷ്മി.
അപ്പം ഈ ന്യായീകരണങ്ങൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ കഴിഞ്ഞ 16 വർഷമായിട്ട്, കഴിഞ്ഞ 9 വർഷവും 3 മാസവുമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. ഇവർക്ക് വരുന്ന വീഴ്ചകൾക്കെല്ലാം തന്നെ ഇവിടെ ശ്രീ അസ്കർ, താങ്കൾ സമാധാനിച്ചോളൂ. താങ്കൾ ഇപ്പോൾ ഈ പറഞ്ഞു വന്നതൊക്കെ തന്നെ ഇന്ന് എന്നോടൊരു സഖാവ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വളരെ സജീവമായിട്ടുള്ള എറണാകുളത്തെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു സഖാവ് ചോദിച്ചത് എന്താണെന്നറിയോ? ഇതിനു മുമ്പ് കൈയൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിട്ടുള്ള ആരുടെയെങ്കിലും കൈ മുറിച്ചു മാറ്റപ്പെട്ട സംഭവം കേരളത്തിൽ കഴിഞ്ഞ 9 വർഷവും 3 മാസത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ലേ? അപ്പോൾ പിന്നെ ന്യായീകരണത്തിന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ക്യാപ്സ്യൂളിൻ്റെ മുകളിലായിരിക്കും താങ്കളും ഇപ്പോൾ ഇരുന്നിട്ട് ഈ സംസാരിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത്. ഒന്ന് മാത്രം മനസ്സിലാക്കുക ശ്രീ അസ്കർ, സിസ്റ്റം ഫെയിലിയർ ആയാൽ അത് നന്നാക്കിയെടുക്കാനുള്ള ഒരു സംവിധാനം നിലവിലുണ്ട്. പക്ഷേ സിസ്റ്റം നിന്നുപോയാൽ ആ നിന്നുപോയ സിസ്റ്റത്തെ തിരിച്ചു കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തയ്യാറാകണം. അതിന് ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നീടുണ്ടാകുന്ന ഭവിഷ്യത്ത് നിസ്സാരമല്ല എന്നുള്ളൊരു ഓർമ്മയിൽ വേണം ഹർഷീനയുടെ കാര്യത്തിലായാലും ഈ കൈ മുറിച്ചു മാറ്റപ്പെട്ട പെൺകുട്ടിയുടെ കാര്യത്തിലായാലും നിങ്ങൾ മുൻപോട്ട് പോകേണ്ടത്. ഇവിടെ ശ്രീ ഹാഷ്മി പറഞ്ഞു 1 കോടി. എന്തിനൊരു കോടി? സ്വന്തം ആരോഗ്യം അത്രയേറെ പ്രാധാന്യം നൽകിക്കൊണ്ട് തൻ്റെ ചികിത്സയ്ക്ക് കോടികൾ ചിലവഴിച്ചുകൊണ്ട്, സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ ചിലവഴിച്ചുകൊണ്ട് വിദേശത്ത് പോയി ചികിത്സിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള നമ്മുടെ നാട്ടിൽ തീർച്ചയായിട്ടും ഹാഷ്മി, താങ്കൾ ആ പറഞ്ഞ 1 കോടി ചെറിയ തുകയാണ്. 1 കോടി കൊണ്ടൊന്നും, കാരണം ഒരു പെൺകുട്ടിയാണ്. ഈ കൈ മുറിച്ചു മാറ്റപ്പെടുന്നതിന് തലേ ദിവസം ആ കുട്ടി ചെയ്തിരുന്ന കാര്യങ്ങൾ, ഈ ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ആ കുഞ്ഞിനി മറ്റൊരാളുടെ സഹായം തേടേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ ഈ സർക്കാർ ഒരു ചുക്കും ചുണ്ണാമും ചെയ്യില്ല. കാരണം സംഘടനാ ബലത്തിന് മുന്നിൽ എന്നും വീണു പോയിട്ടുള്ളൊരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അവർക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് നിയമസഹായവും, ഒരു പക്ഷെ 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് അത് കിട്ടുന്നതെങ്കിൽ പോലും എന്നെപ്പോലുള്ളവർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അത് ഈ ഹർഷീനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനു മുൻപ് പല ചർച്ചകളിലും ആ കുട്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിയമസഹായത്തിന് എന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചോളൂ, തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ സർക്കാർ കണ്ണടയ്ക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളെപ്പോലുള്ളവർ ഉണർന്നിരുന്നു കൊണ്ട് എല്ലാവിധ സഹായവും ചെയ്യും. നിങ്ങൾ ഇത്തരത്തിൽ തെറ്റ് ചെയ്യുന്നവരുടെ കൂടെ നിന്നിട്ട് ന്യായീകരിക്കാൻ കാണിക്കുന്ന വ്യഗ്രത തുടർന്നും നടത്തിക്കൊള്ളുക. രാജു പി നായർ, ഇവിടെ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും 5 വർഷം വയറ്റിൽ കത്രിക കൊണ്ട് നടക്കേണ്ടി വന്നൊരു 26-കാരി, അതിൻ്റെ തുടർ ആരോഗ്യ പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, ഇപ്പോഴും ഇന്നലെ മുറിഞ്ഞൊരു മുറിവ് എന്ന മട്ടിൽ വയറ്റിൽ മെഷുമായ വേദന അനുഭവിച്ചിരിക്കുന്ന ഒരാൾ ഇപ്പോഴും നീതി ഒന്നും കിട്ടാതെ, 5 നയാ പൈസ നഷ്ടപരിഹാരം കിട്ടാതെ, ഏതെങ്കിലും നീതി കിട്ടാതെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് പോയി നിയമ നടപടി സ്വീകരിക്കേണ്ട ഗതികേടിലാണെങ്കിൽ അത് പൊതുസമൂഹത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും കൂടെ പരാജയമാണ്. ഒരു കുഞ്ഞിൻ്റെ കൈ നഷ്ടപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട പ്രതികരണങ്ങൾ ഇപ്പോഴും ഉണ്ടാവുന്നില്ലെങ്കിൽ അത് നമ്മളടക്കമുള്ള പൊതുസമൂഹത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും പരാജയം കൂടിയാണ് ശ്രീ രാജു പി നായർ. കാശ്മീർ നോക്കൂ, ഇവിടെ ഇപ്പോൾ ഹർഷീന അവരുടെ അനുഭവം പറഞ്ഞു. ഈ നമ്മളിപ്പോൾ എവിടെയെങ്കിലും അല്ല, ഞാൻ പറയുന്നതിനെ തിരിച്ചേക്കുന്നു. ഹലോ, ശരിയാക്കാം രാജു പി നായർ, ശരിയാക്കാം. ഹലോ, ശരിയാക്കാം, താങ്കൾ പറഞ്ഞോളൂ, ശരിയാക്കാം. ശരി, നോക്കൂ, നമ്മൾ ഈ ഏതെങ്കിലും പലചരക്ക് കടയിൽ ചെന്നിട്ട് 100 രൂപ കൊടുത്തോ എന്നുള്ള സംശയം കടയുടമയ്ക്ക് സംഭവിച്ചാൽ അയാൾ അന്നത്തെ രാവിലെ മുതലുള്ള മുഴുവൻ കളക്ഷൻ എടുത്ത് നോക്കിയിട്ട് ആ 100 രൂപ കുറവ് വന്നിട്ടുണ്ടോ എന്ന് കണ്ടുപിടിച്ചിട്ട് അത് തിരിച്ചിരുന്ന പോലെ ആരോഗ്യരംഗത്ത് നടക്കുമോ? ഈ സ്ത്രീയുടെ വയറ്റിനകത്ത് കത്രിക വന്നത് എങ്ങനെയാണെന്ന് അവരുടെ ഇൻവെന്ററി നോക്കിയിട്ട് അവിടെ ഒരു കത്രിക കാണാതെ പോയിട്ടില്ല എന്ന് പഠിച്ച് ഇവരെയൊക്കെ എന്താണ് പറയാൻ പറ്റുക? മനുഷ്യന്റെ വേദന മനസ്സിലാക്കാൻ കഴിയുന്ന ആരെങ്കിലും ഒരാൾ ഈ സംവിധാനത്തിന് ഉണ്ടാകത്തുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കുമോ? എന്തായാലും കത്രിക അവരുടെ ശരീരത്തിനകത്ത് ഉണ്ടല്ലോ, അവർ മറ്റെവിടെയെങ്കിലും ചികിത്സ അന്വേഷിച്ചിട്ടുണ്ടോ എന്നുള്ള അറിയാലോ. അപ്പൊ അത്തരത്തിലുള്ള വീഴ്ചകളെ പോലും ന്യായീകരിക്കാനും മറച്ചു വെക്കാനും വേണ്ടി ശ്രമിക്കുന്ന ഒരു സംവിധാനമുള്ളപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് അതിന് ഉത്തരവാദിത്വമില്ലേ? എൻ്റെ സംശയം ഈ സിസ്റ്റം എന്താണ് എന്നുള്ളതാണ്. ആരാണ് ഈ സിസ്റ്റം? എന്താണ് സിസ്റ്റം? മന്ത്രി പറയുകയാണ് സിസ്റ്റത്തിന്റെ തകരാറ്, ഇല്ലേ? നമ്മൾ കോട്ടയത്ത് കേട്ടതാണല്ലോ സിസ്റ്റത്തിന്റെ തകരാറ്. ആ സിസ്റ്റത്തിന്റെ തകരാറ് എന്ന് പറഞ്ഞാൽ ആരാണ് ഈ സിസ്റ്റം? അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്തൊരു ഗവൺമെന്റ്. ബഹുമാനായ എൻ്റെ സുഹൃത്ത് ഹസ്കർ ഇവിടെ വളരെ വിശദമായിട്ട് ഈ ഇതിന്റെ മെഡിക്കൽ ടേംസ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ എൻ്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞ കാര്യം ഇതാണ്. അവിടുത്തെ ഡോക്ടർമാർക്ക് സാമാന്യമായിട്ടുള്ള എക്സ്പീരിയൻസ് പോലും ഇല്ലാത്ത, ഇപ്പൊ ഹസ്കർ പറഞ്ഞ കാര്യം പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സംവിധാനമാണ് ഈ സിസ്റ്റത്തിനകത്തുള്ളത്. ആ ഡോക്ടർമാരാണ് ഈ സിസ്റ്റത്തിനകത്തുള്ളത്.
നമ്മളൊരു മെഡിക്കൽ കേസിൽ നമ്മൾ ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം ആ ഡോക്ടർ എന്താ ചെയ്യുക? ഒരു മെഡിക്കൽ കേസിൽ അതിന്റെ വേസ്റ്റ് സിനാരിയോ എന്താണെന്ന് ചിന്തിച്ചിട്ട് ആ വേസ്റ്റ് സിനാരിയോയിലേക്ക് പോകാതിരിക്കാൻ വേണ്ട മെഡിക്കൽ ഇന്റർവെൻഷനാണ് നടത്തേണ്ടത്. ആ വേസ്റ്റ് കേസ് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സംവിധാനമാണോ ഇന്ന് കേരളത്തിലെ ആരോഗ്യരംഗത്തുള്ളത്? അപ്പോൾ അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അവരെ ഒരു പരിധിവരെ അവർക്കകത്തുള്ള ലോഡും വളരെ വലുതാണ് ഹാഷ്മി. ഇന്ന് കേരളത്തിനകത്ത് ആവശ്യത്തിനുള്ള ഡോക്ടർമാരില്ലാതെ 5% മാത്രമാണ് സ്റ്റേറ്റ് ബജറ്റിന്റെ ആരോഗ്യരംഗത്ത് ചെലവാക്കുന്നത്. അവിടെ പണം കൊടുക്കാൻ കഴിയാതെ, മരുന്നിന് പണം കൊടുക്കാൻ കഴിയാതെ, ഡോക്ടർമാരെ അപ്പോയിന്റ് ചെയ്യാൻ കഴിയാതെ, ജീവനക്കാരെ നിയമിക്കാൻ കഴിയാതെ ഇവരുടെ എല്ലാം തലയിലേക്ക് ലോഡ് വരികയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഒരു ദിവസം വരുന്നത് 300 മുതൽ 400 പേഷ്യൻസ് ആണ്. അവിടെ ചികിത്സിക്കാനുള്ളത് 2-3 പേര്. അങ്ങനെയുള്ളപ്പോൾ ഇവർക്കൊന്നും ചിന്തിക്കാൻ സമയമില്ല. പറയുന്ന കാര്യത്തിന് മരുന്നെഴുതി കൊടുക്കുക എന്നുള്ള നിലയിലേക്ക് പോവുകയാണ്. ഞാൻ ഡോക്ടർമാരെ ന്യായീകരിക്കുകയല്ല, പക്ഷേ അത്തരത്തിലുള്ള സംവിധാനത്തിന്റെ പ്രശ്നം, അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അതടക്കമുള്ള കാര്യം പരിശോധിച്ചിട്ട് വേണം കരൂരേക്ക് മെഡിക്കൽ സംഘത്തെ അയക്കാം എന്നൊക്കെ അതടക്കമുള്ള പരിശോധിക്കുന്നത് മാത്രമല്ല, ഇവിടെ സൂചിപ്പിച്ച പോലെ ഹർഷിനെയാണെങ്കിലും ഈ കുട്ടിയാണെങ്കിലും അവരുടെ ഇനിയുള്ള ജീവിതം, അവരുടെ ഒരു ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസിയിൽ അവർക്ക് അനുഭവിക്കേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, വിദേശത്ത് ഇത്തരം ഒരു സംഭവം വന്നാൽ എത്ര ആയിരം കോടി രൂപ അല്ലെങ്കിൽ 100 കണക്കിന് കോടി രൂപ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ലേ? ഈ രാജ്യത്ത് നിയമ സംവിധാനത്തിനകത്ത് പോലും ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന, സർക്കാരിന്റെ വീഴ്ച കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന പാവങ്ങൾക്ക് പക്ഷെ അതിനെതിരെ ഇപ്പോ വരാൻ പോകുന്ന ഡോക്ടർമാർക്ക് ഒരു പിഴവുമില്ല. ഈ പറഞ്ഞ അപൂർവമായ എന്തോ മെഡിക്കൽ ത്രോംബോസിസ് എന്നൊക്കെ സാധനം ഇപ്പൊ സാങ്കേതിക നേരത്തെ റിപ്പോർട്ട് വരാൻ പോകുന്നുണ്ട്. അതിനെതിരെ കോടതിയിൽ പോകണം. ആരാ കോടതി പോകണ്ട? ഈ പാവങ്ങൾ 5 നയാ പൈസ എടുക്കാനില്ലാത്ത അരപ്പട്ടണിക്കാരായി ഈ പാവങ്ങൾ കോടതിയിൽ പോകണം. നീതി കിട്ടണം. അതാണ് അവസ്ഥ. അതെ, ശ്രീ ബി എൻ അസ്കർ, നമ്മൾ അല്പമെങ്കിലും മനസ്സാക്ഷി ഉള്ളവരാണെങ്കിൽ ഇതിനോടകം തന്നെ ആ കുഞ്ഞിന്റെ ഇനിയുള്ള ചികിത്സാ ചെലവ്, ആ കുഞ്ഞിന്റെ ഇനിയുള്ള ജീവിതം, ആ കുഞ്ഞിനുള്ള നഷ്ടപരിഹാരം ഇതിനോടകം തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാവേണ്ടതല്ലേ? ഇനിയെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതോ ഈ പറയുന്ന സാങ്കേതിക സംചകൾ നിറച്ച വ്യാജ അന്വേഷണ റിപ്പോർട്ടുകൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മൾ? ഹസ്കർ. അല്ല ഹാഷ്മി, ഇതിൽ ഡിസ്ട്രിക്ട് മെഡിക്കൽ ബോർഡ് അടിയന്തരമായി കൂടേണ്ടതുണ്ട്. ഡിസ്ട്രിക്ട് മെഡിക്കൽ ബോർഡിൻ്റെതാണ് ആധികാരികമായ അഭിപ്രായം. ഇപ്പോൾ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ട് എങ്കിൽ നിശ്ചയമായും അത് ചെയ്യണം. ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണെന്നേ. ഒരു കുഞ്ഞിൻ്റെ കൈ മുറിഞ്ഞു പോവുക ഒരു പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷം സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അത് സംഭവിക്കാൻ പാടില്ലാത്തത് ഇതിൽ വളരെ കൃത്യമായിട്ടൊരു മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ട്. ഒരു MBBS ഡോക്ടർക്ക് പോലും തിരിച്ചറിയാൻ കഴിയും. ആഷ്മി, നമ്മൾ പ്ലാസ്റ്ററിംഗ് റൂമിലോ ഓർത്തോ കാഷ്വാലിറ്റീസിലോ നമ്മൾ സംസ്ഥാനത്തെ PH സെൻറ്ററിലും അതുപോലെ മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലൊക്കെ ചെന്ന് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും വേദനയോ തടിപ്പോ നിറവ്യത്യാസമുണ്ടെങ്കിൽ അടിയന്തരമായി തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ട് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ രോഗിയും കൂട്ടിരിപ്പുകാരും ഒക്കെ തന്നെ വായിച്ച് ബോധ്യപ്പെടണമെന്നില്ല. അത് ഡോക്ടറുടെയും അല്ലെങ്കിൽ നഴ്സിൻ്റെയൊക്കെ ഉത്തരവാദിത്വമാണ് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. MK ഹരിദാസിനെ പോലെ ഓരോ ശ്വാസത്തിലും ഇടതുവിരുദ്ധത മാത്രം വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം സിസ്റ്റത്തിൻ്റെയും ആരോഗ്യമന്ത്രിയുടെയും പരാജയമായിട്ട് അദ്ദേഹത്തിന് കാണാൻ കഴിയും. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു ശീലം അങ്ങനെയായിപ്പോയി. മാത്രമല്ല, ഇതിപ്പം ആരോഗ്യമന്ത്രിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല. ഇത് ആരോഗ്യമന്ത്രിയുടെ പ്ലാസ്റ്റർ ഇടുന്ന കാര്യം പക്ഷേ ആരെങ്കിലും നിയന്ത്രിക്കണമല്ലോ സിയാസ്കർ. എന്തായാലും 25-ാം തീയതി ആശുപത്രി പോയപ്പോൾ ഈ വേദനയുടെ കാര്യം, നീരിന്റെ കാര്യമൊക്കെ അവർ പറഞ്ഞതാണെന്ന് അമ്മ പറയുന്നു. അമ്മയ്ക്ക് ആ വിഷയത്തിൽ കള്ളം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇനി എന്തൊക്കെ സാങ്കേതികത പറഞ്ഞാലും, ഇനി എന്തൊക്കെ റെയറസ്റ്റ് ഓഫ് ദ റെയർ എന്ന് നമ്മൾ കേൾക്കാത്ത മെഡിക്കൽ ടേംസ് പറഞ്ഞാലും, നമുക്കറിയാം ഒരു കുഞ്ഞ് ഓടി വീണ് കളിച്ച് മുറിവ് പറ്റി ആശുപത്രിയിൽ പോയി പ്ലാസ്റ്റർ ഇട്ടതിന്റെ ഭാഗമായി തന്നെയാണ് ആ കൈ മുറിച്ചു മാറ്റിയത്. അനാസ്ഥയാണ്. ഈ സർക്കാർ അതിന് പരിഹാരം ചെയ്യണം. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.